കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നാം തിരുവചന ധ്യാനത്തിന്റെ 35-ാമത്തെ ദിവസത്തിലേക്ക് എത്തിച്ചേരുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിച്ചല്ലോ. നാം നെഹമ്യാവിന്റെ പുസ്തകത്തെ ആധാരമാക്കി നാം ഇപ്പോൾ കേൾക്കുന്നത് 70-ാമത്തെ പ്രസംഗമാണ്, ക്ലാസ്സാണ്. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും കൂടെ നമുക്ക് കർത്താവിന്റെ തിരുവചനം ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നാം പതിവായി ചിന്തിക്കുന്ന പോലെ നെഹമ്യാവ് പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ ഓരോ ജീവിതത്തിന്റെ അവശ്യ മേഖലകളിലും തരണം ചെയ്യാൻ കഴിയാത്ത ചില വേദനാജനകമായ സന്ദർഭങ്ങളിലും ആ വാക്കുകൾ നിങ്ങൾ ദൈവസന്നിധിയിൽ ഉറക്കെ പറയുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. അത് ഒരു ദിവസത്തേക്ക് മാത്രമായിട്ടല്ല, നമ്മുടെ ആയുസ് മുഴുവൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ച് തരും എന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ടാകണം. പേഴ്സണലായാലും ഫാമിലി വിഷയങ്ങളായാലും കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളായാലും നിങ്ങളുടെ ചെറുതും വലുതുമായ കാഴ്ചപ്പാടുകളുടെ നീഡുകൾക്കായാലും ഈ വാക്യം നിങ്ങൾക്ക് ബലമായിരിക്കട്ടെ. നെഹമ്യാവ് പറഞ്ഞ അതേ വാക്കുകൾ 2-ാം വാക്യം അനുകൂല സാഹചര്യത്തിലുള്ള പ്രഖ്യാപന ശബ്ദമല്ല, പ്രതികൂലത്തിന്റെ നടുവിൽ ഉറക്കെ പറഞ്ഞ വാക്കുകളാണ്. പ്രൈസ് ഗോഡ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ വളരെ ദുഃഖിതനായി വേദനപ്പെട്ട് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കഴിഞ്ഞ ഒരു സമയമുണ്ട്. മറ്റ് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വേദനയായിരുന്നില്ല. കാരണം കച്ചിൽ ഭുജിൽ ഞാൻ ആയിരിക്കുമ്പോൾ വളരെ തുച്ഛമായ ഒരു സ്തോത്ര കാഴ്ചയാണ് ലഭിക്കുന്നത്. അപ്പോൾ വളരെ ചുരുങ്ങിക്കഴിഞ്ഞുകൊണ്ട് ഉച്ചവരെ എന്നും ഫാസ്റ്റിങ്, അവിടെ നിന്ന് 3 വർഷം അങ്ങനെയായിരുന്നു. അപ്പോൾ ചുരുങ്ങി കഴിഞ്ഞുകൊണ്ട് ബാക്കി പൈസ ബൈബിൾ സൊസൈറ്റിക്ക് അയച്ചു കൊടുക്കും, ലഘുലേഖകൾ വരുത്താനും പുതിയ നിയമം വരുത്താനും. എൻ്റെ മുറിയിൽ എപ്പോഴും 1000 പുതിയ നിയമം കാണും. അന്നത്തെ കാലത്ത് 1.5 രൂപ കൊടുക്കണം ഒരു പുതിയ നിയമത്തിന്. പക്ഷേ ഇതിന്റെ നടുക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കച്ച് മഹോത്സവ്, 1000-ൽ പരം ഗ്രാമങ്ങളുടെ ഒന്നിച്ചുള്ള ഒരു ഉത്സവമുണ്ട്. അത് പണ്ടത്തെ മഹാരാജാവിന്റെ കാലത്ത് തുടങ്ങിയതാണെന്നാണ് അവിടുത്തെ വയ്പ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, കാര്യങ്ങൾ അന്വേഷിച്ചു വന്നപ്പോൾ ഓരോ ദിവസവും 10,000-കണക്കിന് ആളുകൾ വരും ആ ഉത്സവത്തിന്. അപ്പോൾ അതിമനോഹരമായ ഒരു അവസരമാണിത്. പക്ഷേ ദൈവത്തിന്റെ വചനം കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല, എനിക്ക് വരുത്താൻ പണമില്ല. അവസരത്തിന് വേണ്ടി ഞാനിങ്ങനെ ഭയങ്കര വേദനപ്പെടുകയാണ്. ഒത്തിരി ദിവസങ്ങൾ ഞാൻ കരഞ്ഞു, കർത്താവേ, എനിക്ക് 1,00,000 ഗോസ്പൽ പാക്കറ്റ് വേണം. 1,00,000 ഗോസ്പൽ പാക്കറ്റ് വേണമെങ്കിൽ 30,000 റുപ്പീസ് ബൈബിൾ സൊസൈറ്റിയിൽ അടയ്ക്കണം. എൻ്റെ പൈസ ഇല്ല. അപ്പൊ ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇനി ഒരു 30 ദിവസം കഴിയുമ്പോൾ കച്ച് മഹോത്സവ് വരികയാണ്, എനിക്ക് 1,00,000 ഗോസ്പൽ പാക്കറ്റ് വേണം എന്ന് പറയുമ്പോൾ ഏകദേശം 1 ലോറി വേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ വാക്യം എടുത്താ പ്രാർത്ഥിക്കുന്നു, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ അന്ന് ഗോസ്പൽ ട്രാക്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ അതിനകത്ത് 2 ഗോസ്പൽ കാണും. ഒന്ന് യോഹന്നാന്റെയോ ലൂക്കോസിന്റെയോ അല്ലെ മർക്കോസിന്റെയോ മാത്യു. പിന്നെ 8 ട്രാക്റ്റും കാണും. യേശുവിന ജീവൻ ദർശൻ എന്ന് പറഞ്ഞ പാക്കറ്റ് കാണും. പക്ഷേ എങ്ങനെ കിട്ടും? പരിചയമുള്ള ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല. ഇങ്ങനെ ഞാൻ
മനസ്സ് തളർന്നവനായി സുവിശേഷത്തിന് വേണ്ടിയുള്ള വെപ്രാളമാണ്. ഭക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറില്ല, എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. ഇന്നും ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കാറില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തും എൻ്റെ കർത്താവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ. ഇതിനിടയ്ക്ക് കയറി ഞാൻ പറയാം, ഒരിക്കൽ ഇങ്ങനെ ഞങ്ങൾ സുശേഷീകരണത്തിനായി വിറ്റ ഭവനത്തിൽ ഞങ്ങൾ പാർക്കുമ്പോൾ ഒരിക്കൽ ബാങ്കിൽ നിന്നൊരു ലോണിന്റെ വിഷയം വന്ന് മാനേജർ വിളിച്ചു പറഞ്ഞു, പക്ഷേ ഒന്നാലെണ്ണം മുടങ്ങിയേ, അത് ബുദ്ധിമുട്ടാകുമേ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് നൊന്ത്. ഞാൻ വൈഫിനോട് പറഞ്ഞടി, ഞാനേ അത് ഇന്നേക്ക് ഒരു 20 വർഷത്തിന് മുമ്പാ, ഞാൻ പറഞ്ഞടി നിനക്ക് പാർക്കണമെങ്കിൽ ഈ വീടിന്റെ ലോണിന്റെ പൈസ മേടിച്ച് നീ അടച്ചോണം. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ 1 ലക്ഷം രൂപ വേണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഇപ്പം മിഷൻ ഫീൽഡിലെ ആവശ്യം, എനിക്കൊരു ജനറേറ്ററാണ് ടീം പ്രവർത്തനത്തിന് പോകാനായിട്ട് അത്യാവശ്യമായിരിക്കും. അതുകൊണ്ട് ഞാൻ വീടിന്റെ ആവശ്യത്തിന് പ്രാർത്ഥിക്കുന്നില്ല, അത് വേണേ നീ പിടിച്ച് പ്രാർത്ഥിച്ച് നിന്റെ കാര്യം സാധിച്ചോണം. അതുകൊണ്ട് ഞാൻ ഇതിനു വേണ്ടിയേ പ്രാർത്ഥിക്കത്തുള്ളൂ. അപ്പൊ ഞങ്ങൾ സംസാരത്തിൽ ഇച്ചിരി നൊന്താ സംസാരിച്ചത്, ഇച്ചിരി നോവുന്ന പോലെ അവൾക്ക് തോന്നി. ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടങ്ങ് പോയി. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ സൗദി അറേബ്യയിൽ നിന്ന് ഒരാൾ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അച്ചായ ഞാനൊരു കാര്യം ചോദിക്കാൻ വിളിച്ചതാ, അച്ചായൻ പൈസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? അപ്പം ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞാൽ, അതെ, ഇന്നലെ രാത്രി കർത്താവ് എന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു, എത്രയും വേഗം നീ ഷാജിപ്പാസിന് 1 ലക്ഷം രൂപ അയച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞു, ഞാനല്ല പ്രാർത്ഥിക്കുന്നത്, അത് മോളിക്കുട്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ടീം വർക്കിന് വേണ്ടി എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ജനറേറ്ററിന് ആവശ്യമുണ്ട്, അതിന് 65,000 രൂപ. ഞാൻ അതേ പ്രാർത്ഥിക്കുന്നത്. 1 ലക്ഷത്തിന് പ്രാർത്ഥിച്ച മോളിക്കുട്ടിയാണ് പറഞ്ഞത്. അതിന്റെ പിറ്റേ ദിവസം 1 ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നു. ഞാനൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം വേറൊരു ചെക്ക് എനിക്ക് അയച്ചിരിക്കുക, 65,000 റുപ്പീസിന്റെ ചെക്ക്. എന്നിട്ട് അതിന്റെ താഴെ എഴുതിയിരിക്കുന്നു, എത്രയും വേഗം ജനറേറ്റർ മേടിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സ്വർഗത്തിലെ ദൈവം, നമ്മൾ കേവലം ഈ വായിക്കുന്ന വാക്യങ്ങളൊക്കെ വെറും ശബ്ദങ്ങളായിട്ടോ സന്ദേശങ്ങളോ ആയിട്ടോ അല്ല. ഈ 70ാമത്തെ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ദൈവസന്നിധിയിലുള്ള നിറകണ്ണുകളോടുള്ള പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ. ഈ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരും, ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ കേൾക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും വിശ്വാസത്തിലും സ്നേഹത്തിലും പ്രത്യാശയിലും നിങ്ങൾ ധൈര്യം പ്രാപിപ്പാനും ആരോഗ്യമുള്ളവരായി തീരാനും വിശ്വാസ വീരന്മാരായി മാറുവാനുമാണ് ഞാൻ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഈ ലഘുലേഖയ്ക്ക് വേണ്ടി ഇങ്ങനെ ഗോസ്പൽ പാക്കറ്റ് 1 ലക്ഷം വേണം, അതാണ് എൻ്റെ പ്രാർത്ഥനാ വിഷയം. അപ്പൊ ഈ വാക്യമാണ്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ഇങ്ങനെ കച്ച് മഹോത്സവത്തിന്റെ ഗംഭീരമായ ആ പട്ടണത്തിലെ ആ വലിയ ഗ്രൗണ്ടിനകത്ത് ഇങ്ങനെ പരിപാടികളൊക്കെ തുടങ്ങി. അപ്പോഴെന്റെ മനസ്സിനകത്ത് പിന്നെ ഞാൻ ഈ വാക്യം പറഞ്ഞുകൊണ്ട് നടക്കുക, പട്ടണം ചുറ്റി മുഴുവൻ പറയാ, സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും, അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ഇത് തന്നെയാ. പ്രൈസ് ഗോഡ്. പക്ഷേ വഴിയില്ല, വാതിലില്ല, ഒന്നും മാനുഷ്യമായില്ല. പക്ഷെ അത് തുടർമാനമായി പറഞ്ഞുകൊണ്ടിരുന്നു. സ്തോത്രം. ഞാൻ പറയാറുണ്ട്, ചില ദൈവ പൈതലിന് വേണ്ടി, ഒറ്റയാളിന് വേണ്ടിയൊക്കെ ചിലപ്പോൾ ദൈവം ഒരു കമ്പനി ഉണ്ടാക്കും. അവരുടെ ആവശ്യം കഴിയുമ്പോൾ ചിലപ്പോൾ ആ കമ്പനി പൂട്ടിയും പോയിട്ടുണ്ട്. നമ്മുടെ ജിമ്മിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ ജിമ്മിക്ക് വേണ്ടി മെർലിൻ ജിമ്മിയുണ്ട്, ഓക്കെ. ഒരിക്കൽ ചെന്നൈയിലായിരുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ജിമ്മി പറഞ്ഞു, പാസ്റ്ററേ എനിക്കൊരു ജോലിയില്ല. ഞാൻ പറഞ്ഞു, മക്കളെ പ്രാർത്ഥിക്കാൻ, ചിലപ്പം നിനക്ക് വേണ്ടി മാത്രം ഒരാളൊരു കമ്പനി ഫോം ചെയ്താൽ അറിയത്തില്ലെന്ന്. ഫ്യൂ ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഒരു കമ്പനിയിൽ ഒരാൾ ഫോം ചെയ്തിട്ട് 1 സ്റ്റാഫിനെ മതി, അത് ജിമ്മിയെ എടുത്തു. ജിമ്മി ആവശ്യം തീർന്നു കഴിഞ്ഞപ്പോഴത്തേന് ആ കമ്പനി പൂട്ടിയും പോയി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നടത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഞാനിങ്ങനെ ഗോസ്പൽ പാക്കറ്റിന് വേണ്ടി ഇങ്ങനെ ഈ വാക്യം തന്നെ തുടർമാനമായി പറഞ്ഞിങ്ങനെ ചില ദിവസങ്ങളായി മുന്നോട്ട് പോയപ്പോൾ ഞാനിങ്ങനെ ഗുജറാത്തികളായ ചില സഹോദരിമാർ നമ്മുടെ ചർച്ചിൽ നിന്ന് വരുന്നുണ്ട്. ഞാൻ അവരുടെ വീട് വിസിറ്റ് ചെയ്യാൻ ചെന്നപ്പോൾ
അതിൻ്റെ തൊട്ടടുത്ത് CSIയിലുള്ള ഒരു പള്ളി കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു മനുഷ്യൻ, നൈബറ, അദ്ദേഹം അവിടെ ഉണ്ട്. അപ്പൊ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, പാതിരി സാബ് ക്യാ ഹമാരെ ലിയെ ഭി പ്രാർത്ഥന കരേഗ, ഹമാരെ ഘർ മേ ഭി ആയേഗ? ഞാൻ പറഞ്ഞു, ജറൂർ, ഞങ്ങളുടെ വീട്ടിലും കൂടെ വന്നൊന്ന് പ്രാർത്ഥിക്കുമോ എന്ന്. അപ്പോൾ ആ സൗര്യമാർ എന്നോട് കൂടെ വന്നു. ഞാനും അവിടെ ചെന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവാത്മാവ് പറയാ, നീ നിന്റെ ആവശ്യം ഇവിടെ അങ്ങ് പറ. അയ്യോ, ഞാൻ പറഞ്ഞു, ദൈവമേ, രക്ഷിക്കപ്പെടാത്തൊരു മനുഷ്യന്റെ മുമ്പിൽ വന്ന് നമുക്ക് 1 ലക്ഷം ഗോസ്പൽ പാക്കറ്റ് വേണമെന്നുള്ള കാര്യം പറഞ്ഞാൽ അത് എനിക്ക് വലിയ ഭാരമായി തോന്നും. ദൈവാത്മാവ് എന്നെ നിർബന്ധിക്കുക. ഞാൻ പറഞ്ഞു, ബൈ, ഈ കച്ച് മഹോത്സവ ആ രഹെ, हमको चाहिए 1 लाख ഗോസ്പൽ പാക്കറ്റ്. പ്രൈസ് ഗോഡ്. കച്ച് മഹോത്സവം വരികയാണ്, ഞങ്ങൾക്ക് സുവിശേഷ പ്രവർത്തനത്തിന് 1 ലക്ഷം ഗോസ്പൽ പാക്കറ്റ് വേണം. അദ്ദേഹം പറഞ്ഞു, ടീക്കേ, ശരി. പ്രൈസ് ഗോഡ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്റെ പുറകെ വാ. അദ്ദേഹം ഒരുപിടി താക്കോലെടുത്ത് കൈവച്ചു. അപ്പോ ഞാൻ നേരെ പോവാ. ചെന്നപ്പോൾ അദ്ദേഹം CSI പള്ളിയുടെ അകത്തോട്ട് കയറി, കതവ് തുറന്നു. എന്നിട്ട് അതിൻ്റെ പുറകിൽ ഒരു വലിയ മുറിയുണ്ട്, ഗോഡൌൺ ആണ്. അത് തുറന്നിട്ട് എന്നോട് പറയാ, 1 लाख ഗോസ്പൽ പാക്കറ്റ് തരേ. 1 ലക്ഷം ഗോസ്പൽ പാക്കറ്റ്. ഈ ഇരിക്കുന്നത് കൃത്യം 1 ലക്ഷം ഗോസ്പൽ പാക്കറ്റാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് നിനക്കാ. ഓഹ്, എനിക്ക് കരയണോ? എനിക്ക് ഞാൻ അവിടെ മുട്ടയിൽ നിന്ന് അങ്ങ് കരയാൻ തുടങ്ങി. എന്നോട് ചോദിച്ചു, നീ എന്തിനാ കരയുന്നേ? ഞാൻ പറഞ്ഞു, ഇത് എനിക്കിപ്പോ സ്വപ്നമായിട്ട് തോന്നുക. അദ്ദേഹം എന്നോട് പറയാ, നീ വിഷമിക്കണ്ട. 10 വർഷത്തിന് മുമ്പ് ഓപ്പറേഷൻ മൊബിലൈസേഷനിൽ ഉള്ളവർ അവരുടെ ട്രക്കിൽ ഇതുവഴി കൊണ്ടുപോകുമ്പോൾ ഇവരുടെ ട്രക്ക് കേടായി പോയപ്പോൾ അവർക്ക് എങ്ങും വെക്കാൻ ഒരു സ്ഥലമില്ല. സുവിശേഷ വിരോധികൾ നിറഞ്ഞു കിടക്കുന്ന ഒരു ദേശമാണ്. അവർ വന്ന് ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്തു, ഞങ്ങളിത് പിന്നെ കൊണ്ടുപോയിക്കോളാം, ഇത് കച്ചിന്റെ സുവിശേഷീകരണത്തിന് വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതാണ്, പിന്നീട് ടീമിനെ ഞങ്ങൾ അയച്ചുകൊള്ളാം. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാതിരി സാബ്, അഭി തോ കാഫി സാൽ ഹോ ഗയാ ഹൈ, യഹാ ഹി രഖാ ഹൈ, അഭി തക് കോയി നഹീ ആയാ, ശായദ് ഹോഗാ ആപ്കെ ലിയേ പ്രഭു ने पहले से इधर तैयार करके रखा है. അദ്ദേഹം പറയുക, 10 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇത് ഓപ്പറേഷൻ മൊബിലൈസേഷൻകാർ കൊണ്ടുവച്ചതാ. ടീമിനെ പിന്നെ വിടാമെന്ന് പറഞ്ഞിട്ട് പോയി, അവരാരും പിന്നെ വന്നില്ല. ഒരു പക്ഷേ നിനക്ക് വേണ്ടി ദൈവം തമ്പുരാൻ നേരത്തെ കൊണ്ടുവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. Can you believe the word? Praise God. അവന്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണി. സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും. വിഷൻ തന്നവൻ നിന്റെ വിഷന്റെ പിറകിലുള്ള ട്രഷറിയും കൂടെ കണ്ടിട്ടാണ് ഈ വിഷൻ തരുന്നത്. സേ ആമീൻ. എനിക്ക് പ്രയർ ടവറിന്റെ വിഷയത്തിൽ ഒരു സങ്കടവുമില്ല. ഞാൻ ആർക്കും സമ്മർദ്ദം തരാറില്ല. കാരണം ഇത് എൻ്റെ കാര്യമല്ല. അതുകൊണ്ട് ദൈവം നിയോഗിച്ചവർ അതിൽ പങ്കാളിത്തം വഹിക്കുന്നതും ആമീൻ അതിൽ ആരും ചെയ്യാത്തവരോട് പ്രയാസമോ ഒന്നുമില്ല. കർത്താവ് എല്ലാവരെയും മാനിക്കാൻ, അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുക. കാരണം ദൈവത്തിൻ്റെ നിയോഗത്തിന്റെ പുറകിൽ അതിന് ഒരു വഴി കാണും, അതിനൊരു റിസോഴ്സ് കാണും. ഈ ദൈവാലയം പണിയാനായിട്ട് കോരശ് വിളംബരം ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞു, സ്വർഗത്തിലെ ദൈവം എന്നോട് യെരൂശലേമിൽ ഒരു ആലയം പണിയുവാൻ കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളിൽ അവന്റെ ജനമായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യഹോവയുടെ ആലയം പണിയേണ്ടതിന് വേണ്ടി നിങ്ങൾക്ക് പുറപ്പെടാം. നമുക്കറിയാം, എസ്രാ ശാസ്ത്രി തൻ്റെ മക്കൾക്കും കുടുംബത്തിന് കുഞ്ഞുകുട്ടികൾക്കും അവരുടെ സാധനങ്ങൾക്കും എല്ലാം ഒരു ശുഭയാത്ര ലഭിക്കേണ്ടതിന് വേണ്ടി അഹവ ആറ്റിന്റെ അരികിൽ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധമാക്കിയത്. പ്രൈസ് ഗോഡ്. അവിടെ കാണുന്നു, ദൈവം ഉണർത്തിയവരൊക്കെയും ആലയം പണിക്കായി യെരൂശലേമിലേക്ക് പുറപ്പെട്ടു. സ്തോത്രം. അതുകൊണ്ട് ദൈവം ഉണർത്തിയവർ മാത്രമേ ഉണർന്ന് പ്രവർത്തിപ്പാൻ കഴിയൂ. ഞാൻ ഈ ഗോസ്പൽ പാക്കറ്റിന്റെ ഗോഡൗൺ കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് മുറി വന്നിരുന്നുണ്ട് കരയുക. കർത്താവേ, ദൈവത്തിന്റെ കരുതൽ എത്ര ഭയങ്കരമാണ്. നിങ്ങൾക്ക് ഈ രാത്രിയിൽ എന്നോടൊപ്പം ചേർന്ന് നിങ്ങളുടെ ഉള്ളിൽ കിട്ടിയിരിക്കുന്ന പ്രേരണയോർത്ത് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? കിട്ടിയ നിയോഗത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? കർത്താവിന്റെ മകൾ പ്രിയ സിസ്റ്റർ ജെസ്സി ഓർപ്പിച്ചല്ലോ, ഈ ദിവസങ്ങളിൽ
ഒരു വലിയ ആത്മഭാരം, ഒരു വലിയ ആത്മഭാരം ദൈവം നൽകിയിരിക്കുന്നുവെന്ന്. ദൈവമക്കളെ, കുഞ്ഞുള്ളിലുണ്ടെങ്കിലേ അനക്കമൊക്കെ കാണൂ. കുഞ്ഞുള്ളിലുണ്ടെങ്കിലേ ആ പ്രസവവേദനയൊക്കെ വരത്തുള്ളൂ. ആത്മഭാരം എന്ന ശിശു ആത്മമനുഷ്യന്റെ ഗർഭത്തിൽ ഉരുവായി കഴിഞ്ഞാൽ നിശ്ചയമായും പൗലോസ് പറയുന്നത് പോലെ ഞാൻ പ്രസവ വേദനപ്പെടുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് പൗലോസ് പറയുന്നു. അതുകൊണ്ട് വലിയ ഭാരം നിങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ ഈ സർമണൊക്കെ കഴിയുമ്പോൾ ഭയങ്കര കാലുവേദനയാ, നടുവേദനയാ. എനിക്ക് നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, ഭയങ്കര ബുദ്ധിമുട്ടാ. സ്തോത്രം. പക്ഷേ ആ വെളുപ്പാങ്കാലം 6 മണി ആകുമ്പോഴേക്കും ഞാൻ എഴഞ്ഞാന്നേലും എഴുന്നേക്കും. കാര്യം എന്താ? എനിക്ക് പെട്ടെന്ന് കുളിച്ചൊരുങ്ങി ദൈവസ്ഥനെ ഇരുന്നേ പറ്റും. നാളത്തേക്കുള്ള മെസ്സേജ് നിങ്ങളോട് പറഞ്ഞതിന് ശേഷം പിന്നെയും പ്രാർത്ഥിച്ച് മുഴങ്കാലിലിരുന്ന് അതിൻ്റെ ആഴങ്ങളും ഒക്കെ പ്രാർത്ഥിച്ച് പ്രിപ്പയർ ആയി കിടക്കുമ്പോൾ 2:30 പിന്നെ 6 മണിക്ക് എഴുന്നേക്കും. കാരണം 70ാമത്തെ സർമണ നിങ്ങളിപ്പം ഒറ്റ ബുക്കിൽ നിന്ന് കേട്ടോണ്ടിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. ആമേൻ. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇനി ആ ഗോസ്പൽ പാക്കറ്റ് എല്ലാം ഇവിടെ വരണമല്ലോ, അതിനുള്ള വഴി ഏതാ? ഇപ്പൊ ചർച്ചയിൽ എയർഫോഴ്സിലെ ആർമിയിലെ സഹോദരന്മാർ ആരാധനയ്ക്ക് വന്നപ്പോൾ ബെഞ്ചമിൻ, അദ്ദേഹം MESലെ ഗ്രാജുവേഷൻ എഞ്ചിനീയറാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ബെഞ്ചമിൻ ബ്രദർ, കച്ച് മഹോത്സവ് വരികയാണ്, നമുക്ക് 1 ലക്ഷം ഗോസ്പൽ പാക്കറ്റ് വേണം. അപ്പൊ എന്നോട് പറഞ്ഞു, അയ്യാ നമുക്ക് ജപിക്കല. ഞാൻ പറഞ്ഞു, ജപിക്കൊന്നും വേണ്ട, കാര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞു. അവൻ എപ്പിടി കിടച്ചാച്ച് എങ്ക ഇരിക്കുന്നത്. ഞാൻ സ്ഥലം കൊണ്ട് കാണിച്ചു. ഞാൻ പറഞ്ഞു, ഇതാ 1 ലക്ഷം ഗോസ്പൽ പാക്കറ്റ് ഉണ്ട്, ഇത് നമ്മുടെ പ്രയർ ഹോമിൽ ഇനി വരണം. എങ്ങനെ കൊണ്ടുവരും? ഇത് 10 ഓട്ടോറിക്ഷ വിളിച്ചാൽ ഈ സാധനം ഞെത്തത്തില്ല. എന്നോട് പറയാ, ഒന്നും പേടിക്കണ്ട, ഞാൻ ആർമിയിൽ നിന്ന് ട്രക്ക് നിനക്ക് അയക്കാം, പട്ടാളക്കാരെ ഞാൻ കൊണ്ടുതരാം. സ്തോത്രം. ഓ പ്രൈസ് ഗോഡ്. ഞാൻ നോക്കി നിൽക്കുമ്പോൾ ഒരു ദിവസം ഉണ്ട്, പ്രയർ റൂമിന്റെ അവിടെ പട്ടാളക്കാര് 4-5 പേര് മിലിറ്ററിയുടെ വണ്ടിയുമായിട്ട് അവിടെ വന്നിരിക്കുക. അപ്പോൾ നമുക്ക് ചുറ്റുവട്ടമുള്ള സുവിശേഷ വിരോധികളെല്ലാം നോക്കുമ്പോൾ എന്നെ വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ട് പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പട്ടാള വണ്ടിക്കകത്ത് 1 ലോറി ഗോസ്പൽ പാക്കറ്റുമായി വരുന്നു. പിന്നീട് അവിടെ പറച്ചിലുണ്ടായി, ഇവിടെയുള്ള പട്ടാളക്കാരെല്ലാം പാസ്റ്റഡ് ആളാ. പട്ടാളക്കാരും ഉൾപ്പെടെ ഈ ഗോസ്പൽ പാക്കറ്റ് വന്ന് ഇറക്കുന്നത് കണ്ടപ്പോൾ ആ ദേശത്തിലെ സുവിശേഷ വിരോധികൾക്ക് പോലും ഭയമായി പോയി. ഇവിടെ ആർമിയിലെ ഒലിവ് ഗ്രീൻ ഡ്രസ് ഇട്ട യൂണിഫോമോടുകൂടി പട്ടാളക്കാരാണ് ഗോസ്പൽ പാക്കറ്റ് ചുമ്മി പ്രയർ റൂമിന്റെ 2 മുറിയിലും കൊണ്ടുവച്ച് നിറച്ചിട്ട് പോകാനിടയായി. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, നാം കഴിഞ്ഞ 70 സെഷനിലായി 2-ാമത്തെയായി 20-ാം വാക്യം കുറിവാക്യമായി വായിക്കാറുണ്ട്. ഇത് ഓർത്തിരിക്കണം. ആ വാക്യം വായിക്കുമ്പോൾ, ആ വാക്യം പറയുമ്പോൾ ഓർത്തണം. യെസ്, നാം അറിയാതെ രഹസ്യത്തിൽ നമുക്ക് വേണ്ടി, നമ്മുടെ ദർശനത്തിന് വേണ്ടി, ദൈവം തന്ന നിയോഗത്തിന് വേണ്ടി, ദൈവം തന്ന കാഴ്ചപ്പാടിന് വേണ്ടി, ദൈവം തന്ന ആത്മഭാരത്തിന് വേണ്ടി, ദൈവം തന്ന ആ വലിയ ഹേമത്തിന് വേണ്ടി നിവൃത്തിയാക്കാൻ എവിടെയൊക്കെയോ നിങ്ങൾക്ക് വേണ്ടിയ കരുതലുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയാൻ പോകുന്നു. എത്ര പേർക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ പറ്റും? നിങ്ങളെ അയക്കുന്ന ദേശത്ത് നിങ്ങളാൽ വിടുവിക്കപ്പെടാനുള്ളവരെ ദൈവം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്യുവാനുള്ള ദൈവനിയോഗത്തിന്റെ പദ്ധതികളുടെ സൊല്യൂഷൻ എങ്ങനെയാ അറിയത്തില്ല, അതിനുവേണ്ട സോഴ്സ് എവിടെയാ അറിയത്തില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന്റെ കയ്യിലുണ്ട്. ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടങ്ങളിലെ ഗുപ്തനിധികളും സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് തരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നാം ധ്യാനിച്ചു വന്ന വേദഭാഗത്തിലേക്ക് നമുക്ക് വേഗം മടങ്ങി വരാം. 13-ാമത്തെ അധ്യായത്തിലേക്കാണല്ലോ നമ്മൾ വന്നത്. കഴിഞ്ഞ 5 സെഷനുകളായി നാം ചിന്തിച്ചു വന്നത് 13-ാമത്തെ അധ്യായം അതിന്റെ 22-ാം വാക്യമാണ്. ലേവ്യരോട് ഞാൻ ശബ്ബത്ത് നാളിനെ വിശുദ്ധീകരിക്കേണ്ടതിന് തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും വന്നു വാതിലുകളെ കാക്കുകയും ചെയ്യുവാൻ കൽപ്പിച്ചു. വിശുദ്ധീകരിക്കുക, സാന്റിഫിക്കേഷൻ എന്നുള്ള ആ വാക്കിൽ നിന്നാണ് കഴിഞ്ഞ 5 ക്ലാസ്സുകൾ നമ്മൾ ശ്രദ്ധിപ്പാൻ ഇടയായി തീർന്നു. ഇന്ന് രാവിലെയും നമ്മൾ ശ്രദ്ധിപ്പാൻ ഇടയായി തീർന്നു. അപ്പോസ്തലനായ പൗലോസ് അത് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം തടയുന്ന 15-ൽ പരം തടസ്സങ്ങളെ കുറിച്ച് താൻ കണ്ടെത്തിയതായി നാം വായിപ്പാനിടയായി. അപ്പോസ്തലനായ പൗലോസ് കണ്ടെത്തിയ ആ ദുർനടപ്പ്,
അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കുത്ത് മുതലായവ വെളിവാക്കുന്നു. അപ്പോൾ നമ്മൾ ആ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ വർക്ക് ഓഫ് ദ ഫ്ലഷ് ആൻഡ് ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ്, വർക്ക് ഓഫ് ദി ഫ്ലഷ് ആൻഡ് ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ്, അല്ലെങ്കിൽ ജഡത്തിന്റെ പ്രവർത്തികളും ആത്മാവിന്റെ ഫലങ്ങളും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആത്മാവിന്റെ ഫലവും ജഡത്തിന്റെ പ്രവർത്തികളെയും കുറിച്ചാണ് നാം ചിന്തിച്ചത്. അപ്പോൾ ഇന്ന് രാവിലെ നാം ചിന്തിപ്പാൻ ഇടയായിത്തീർന്നു ദ ഓപ്പോസിഷൻ ബിറ്റ്വീൻ ഫ്ലഷ് ആൻഡ് സ്പിരിറ്റ്. ജഡവും ആത്മാവും തമ്മിലുള്ളതായ വൈരുദ്ധ്യങ്ങൾ, അതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ജഡവും ആത്മാവും തമ്മിലുള്ള എതിർപ്പുകളെ കുറിച്ച് നാം ചിന്തിപ്പാൻ ഇടയായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. പാപത്തോട് ഒരു ദൈവത്തിൽ വെറുപ്പ് കാണിക്കുകയും വിശുദ്ധ ജീവിതത്തോട് താല്പര്യം കാണിക്കുകയും ചെയ്യുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് ഇന്ന് രാവിലെ നാം ചിന്തിപ്പാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ട് നാം ക്രിസ്തീയ ജീവിതത്തിൽ എതിർക്കേണ്ടത് എന്തൊക്കെയാണ്, വിലമതിക്കേണ്ടത് എന്തൊക്കെയാണ്, വളർത്തിയെടുക്കേണ്ടത് എന്തൊക്കെയാണ് എന്ന് നാം രാവിലെ ധ്യാനിപ്പാൻ ഇടയായിത്തീർന്നു. അത് എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ വളരെ അധികം ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ഇത് ധ്യാനിപ്പാനായി പോവുകയാണ്. നമ്മുടെ കർത്താവ് മർക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിന്റെ 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഉള്ളിൽ നിന്ന് വരുന്ന 13 പരം കാര്യങ്ങളെ കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. 1 ദുചിന്ത, 2 വ്യഭിചാരം, 3 പരസംഗം, 4 കുലപാതകം, 5 മോഷണം, 6 അത്യാഗ്രഹം, 7 ദുഷ്ടത, 8 ചതി, 9 ദുഷ്കർമ്മം, 10 വിടക്ക് കണ്ണ്, 11 ദൂഷണം, 12 അഹങ്കാരം, 13 മൂഢത. ഇവ ഒത്തുനോക്കിയാൽ 28 പരം ആത്മീയ ജീവിതത്തിന്റെ തകർച്ചയ്ക്കായി നമ്മിൽ നിന്ന് നമ്മളോട് പൊരുതാൻ സാധ്യതയുള്ള 28 കൂട്ടം കാര്യങ്ങളുണ്ട്. നമ്മുടെ കേടുപാടുകൾ ശരീരത്തിന്റെ അറിയാൻ അൾട്രാസൗണ്ടോ CTയോ MRIയോ ഒക്കെ നമുക്ക് എടുത്താൽ കഴിയും. പിന്നെ ബ്ലഡ് ചെക്കിന്റെ എത്രയോ നിരവധി ടൈപ്പ് ഓഫ് ചെക്കിംഗ് ഉണ്ട്. അതിലൂടെ എല്ലാം പലതും കണ്ടുപിടിക്കുന്നത്. കാര്യം നമുക്കൊന്നും സീരിയസ് ആയിട്ട് തോന്നത്തില്ല. പക്ഷേ വിവരമുള്ള ഡോക്ടേഴ്സ് ആണെങ്കിൽ രോഗം കേട്ടാലുടൻ മരുന്ന് കൊടുക്കത്തില്ല. കാരണം അതെന്താണ് യഥാർത്ഥ രോഗം, ഏത് ആ കാറ്റഗറിയിൽ പെട്ടതാണ്, അതിന്റെ കൾച്ചർ എന്താണ്, എല്ലാത്തിൻ്റെയും ശരിയായ പഠനം നടത്തി അവർ ഒടുവിൽ അതിന്റെ റിസൾട്ട് കണ്ടെത്തിയതിന് ശേഷം അവരുടെ മെഡിക്കൽ ടീം ഡിസ്കഷൻ ചെയ്യും. എന്താണ് ഇതിനുള്ള സൊല്യൂഷൻ, എന്തുകൊണ്ടാണ് ഇത് വന്നത്? അവർ ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കും. ട്രഡീഷണൽ ആയിട്ട് വല്ലതും ഇങ്ങനെ ഉണ്ടായിരുന്നോ? അവരെല്ലാം ഹിസ്റ്ററി എടുത്തു നോക്കിയതിന് ശേഷം അതിനുള്ളിലുള്ളതായ ആ രോഗാണുവിനെ നിർവീര്യമാക്കാൻ ഏത് ടൈപ്പ് മെഡിസിൻ അതിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ കഴിയും. ശരിയായ പഠനങ്ങൾക്ക് ശേഷം മാത്രമാണ് ഒരു ഫൈനൽ ഡിസിഷൻ അവരെടുക്കുന്നത്. ഇത് പുറത്തെ ശരീരത്തിന്റെ കേടുകൾ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് കൊണ്ടാണ് അതിന്റെ പ്രതിവിധികൾക്ക് മുഖാന്തരമായി തീരുമാനത്തിലെത്തുന്നത്. ഇത് തന്നെയാണ് ആത്മീയ മനുഷ്യന്റെയും ജീവിതം. നമ്മൾ തിരുവചനം എന്ന സ്കാനറിലൂടെ, ഈ തിരുവചനം എന്ന ലാബിലൂടെ നമ്മെ ഓരോരുത്തരെയും ശരിയായ നിലയിൽ പരിശോധിക്കാൻ തയ്യാറായി കഴിയുമ്പോൾ ഈ കണ്ണാടി നമ്മളോട് പറയും, മക്കളെ, ഇന്നിന്ന കുറവ് ഇന്നിന്ന കാര്യങ്ങളിൽ നിനക്കുണ്ട്. നമ്മുടെ കർത്താവ് വെളിപ്പാട് പുസ്തകം യോഹന്നാനിലൂടെ എഴുതുമ്പോൾ നിങ്ങൾ അറിയാമോ, അവിടെ 2-3 അധ്യായങ്ങളിൽ എപ്പോസോസ്, മുർന്ന, പെർഗമോസ്, തുയത്തൈര, സർദിസ്, ഫിലദൽഫിയ, ലവോദിക്ക, ഇങ്ങനെ 7 സഭകളോടുള്ള ബന്ധത്തിൽ ദൈവം ആലോചന പറയുന്നുണ്ട്. ഓരോ സഭയോടും ദൈവം പറയുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ദൈവത്വങ്ങളുടെ പ്രത്യേകതകളെ ഓർപ്പിച്ചുകൊണ്ടാണ് ഓരോ സഭയോടും ആലോചന പറയുന്നത്.
ആമീൻ വേദശാസ്ത്രികൾ പറയുന്നത് അനുസരിച്ച് എഫേസോസ് സഭയുടെ കാലഘട്ടം AD 100 വരെ ആയിരുന്നുവെങ്കിൽ അത് ഒടുവിലത്തെ സഭയായ ലവോദിക്ക സഭയുടെ പീരീഡ് 2000 മുതൽ ക്രിസ്തുവിന്റെ മടങ്ങിവരവ് വരെയുള്ള കാലഘട്ടമാണ് എന്ന് പറയുന്നുണ്ട്. ആ ഒന്നാമത്തെ സഭയുടെ ആത്മീയ പശ്ചാത്തലം 7 നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായ കർത്താവ് സഭയുടെ നടുവിൽ ഉലാവുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഒന്നാമത്തെ സഭയിൽ കാണുന്നത്. എന്നാൽ ഒടുവിലത്തെ സഭയായ ലവോദിക്ക സഭയുടെ കാലഘട്ടം വന്നപ്പോഴേക്കും ക്രിസ്തുവിനെ കൂടാതെ അവർ തികഞ്ഞവരായി മാറുന്നതായി കാണുന്നു. ആ സഭയിൽ അവരെ എന്ത് ചെയ്തു? കർത്താവിനെ അവര് പുറത്താക്കി. എന്നിട്ട് അവരെ പറയുന്നത്, ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നൻ, എനിക്ക് ഒന്നിനും മുട്ടില്ല. ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നൻ, എനിക്ക് ഒന്നിനും മുട്ടില്ല. ഇത് അവര് പറയുമ്പോൾ, സഭ പറയുമ്പോൾ, തമ്പുരാൻ പറയാ, നീ കുരുടനാണ് എന്ന് പറഞ്ഞാൽ നിന്റെ കാഴ്ചപ്പാട് പോയി. നീ നഗ്നനാണ്, നിന്റെ ജീവിത വിശുദ്ധി പോയി. നീ അരിഷ്ടനാണ്, യാതൊരു പ്രോഗ്രസ്സും നിനക്കില്ല എന്ന് പറഞ്ഞ് നീ നഗ്നനും അരിഷ്ടനുമായിരിക്കുമ്പോൾ നിന്റെ കണ്ണിന് കാഴ്ച ലഭിക്കേണ്ടതിന് ലേപം നീ വിലയ്ക്ക് മേടിക്കണം എന്ന് പറഞ്ഞാൽ വളരെ വില കൊടുത്തെങ്കിലേ നിനക്ക് ദൈവകൃപ ഇനിയും പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. എന്നിട്ട് തമ്പുരാൻ പറയുകയാണ്, മേൻ ദ്വാർ पर खड़ाहुआं खटखटाता हूं, ഞാൻ നിന്റെ വാതിക്കൽ നിന്ന് മുട്ടുകയാണ്. ഇഫ് എനിവൺ വിൽ ഓപ്പൺ ദ ഡോർ, ആരെങ്കിലും ആമേൻ വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അരികിൽ ചെല്ലും. അവിടെ പറയുന്ന എന്തുവാന്നറിയാമോ? ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല എന്ന് പറഞ്ഞാൽ അത് സഭയെ വരുമ്പോ ആത്മീയനാണ്, വീട്ടിൽ പരമജഡീകനാണ്. അവന്റെ ഓഫീസ് സെക്ടറിലും പുറലോകത്തിലും ജഡീകനാണ്. സഭയിൽ പദവികളൊക്കെ ഉള്ള ആളായിരിക്കാം, പ്രധാനപ്പെട്ട ആളായിരിക്കാം. താൻ ലൂക്വാമായിട്ട് ശീതവാനുമല്ല ഉഷ്ണവാനുമല്ലാതിരിക്കുന്ന അവസ്ഥയിൽ ഇരിക്കുമ്പോൾ തമ്പുരാൻ പറയുക, ഞാൻ നിന്നെ ഉള്ളങ്കയിൽ വരച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഞാൻ നിന്നെ ഉമിഴ്ന്നു കളയുകയാണ്. സ്തോത്രം. ഞാൻ നിന്നെ ഉമിഴ്ന്നു കളയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ കൂടുന്ന സ്ഥലത്തിന്റെ എയർ കണ്ടീഷൻ സെറ്റപ്പിലുള്ള ബിൽഡിങ്ങും അതിനകത്തുള്ള ഫോക്കസ് ചെയ്ത ലൈറ്റുകളോ LED ബൾബുകളുടെ മനോഹരത്വമോ അതിനകത്തുള്ള സ്റ്റേജിന്റെ ഡിസൈനിങ്ങോ അവിടെ വെച്ചിരിക്കുന്ന ഓർക്കസ്ട്രേഷന് വെച്ചിരിക്കുന്നതായ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റോ അവിടെ പാട്ടുപാടുന്ന ടീം അംഗങ്ങളോ അവിടെ വെച്ചിരിക്കുന്ന പോഡിയമോ ആ പ്ലാറ്റ്ഫോമിൽ സൂട്ടും കോട്ടും വന്ന് നിൽക്കുന്ന പ്രീച്ചറോ അവിടെ നിൽക്കുന്നതായ ലക്ഷറി വാഹനങ്ങളിൽ വന്ന് ലക്ഷറീസ് ആയിട്ടുള്ള ചെയറിൽ ഇരുന്ന് ആമേൻ കംഫർട്ട് സോണിൽ ഇരുന്ന് ആരാധിക്കുന്ന ജനമോ ഒന്നുമല്ല ദൈവം നോക്കുന്നത്. തമ്പുരാൻ പറയുകയാണ്, ഒരിക്കൽ ഒരു ആഫ്രിക്കക്കാരൻ വെള്ളക്കാരന്റെ ചർച്ചിൽ ആരാധനയ്ക്ക് പോയി. അവന് മെസ്സേജ് കേട്ട് ദൈവത്തെ ഭയങ്കരമായിട്ട് സ്തുതിക്കുക. അദ്ദേഹം ദൈവസ്നേഹത്തെ കുറിച്ച് ആ വൈറ്റ് പ്രീച്ചർ അവിടെ പ്രീച്ച് ചെയ്യുകയാണ്. പക്ഷെ ഒരു ബ്ലാക്ക് ആരാധനയ്ക്ക് വന്ന് പ്രസംഗം കേട്ട് തുള്ളിച്ചാടി ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരാധനയുടെ ഇടയിൽ പ്രഭാഷകൻ സർമൺ പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് കൊയറിനോട് പാട്ട് പാടാൻ പറഞ്ഞു. ജനം എഴുന്നേറ്റ് പാട്ട് പാടുമ്പോൾ ആ വെള്ളക്കാരനായ പ്രഭാഷകൻ ഈ ബ്ലാക്കിനെ കണ്ടിട്ട് അടുത്ത് വന്നിട്ട് അദ്ദേഹത്തിന്റെ കാതിൽ പറയുകയാണ്, ബ്ലാക്കിന്റെ ചർച്ച് ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറത്താണ്, പ്ലീസ് നിനക്ക് അവിടേക്ക് പോകാം, ഇവിടെ എല്ലാം വൈറ്റ്സിന്റെ ചർച്ചാണ്. നോക്കുക, പ്ലാറ്റ്ഫോമിൽ പ്രസംഗിക്കുന്നത് എന്താണ്? യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ചാണ്. സർമൻ എത്ര നല്ലതാ അല്ലേ? പക്ഷേ ആ സ്നേഹവുമായി യാതൊരു ബന്ധവുമില്ലാത്ത പ്രതികരണം, പ്രവൃത്തിയിലില്ലാത്ത പ്രതികരണം. സഹോദരങ്ങളെ, ഏത് നിറം കുറഞ്ഞവനെയും നിറം കൂടിയവനെയും മൂക്ക് ചപ്പിയവനെയും നേരെ ഇരിക്കുന്നവനെയും മുഖം കോടിപ്പോയവനെയും വൈകല്യമുള്ളവനെയും എല്ലാവരെയും വീണ്ടെടുത്തത് ഒറ്റ രക്തമാണ്. That's the blood of Jesus. Amen. എല്ലാവരും ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം യേശു ക്രിസ്തുവിന്റെ മാർഗം മാത്രമാണ്. അതേ സഹോദരങ്ങളെ, സാന്റിഫിക്കേഷൻ, നമ്മൾ ഇവിടെ വരുന്നത് ഈ 28 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ കർത്താവും പൗലോസും പറഞ്ഞിരിക്കുകയാണ്.
ഇവ ദൈവരാജ്യത്തെ തടയുന്നതാണ്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് സംസാരിച്ചു ദുർനടപ്പ്, അശുദ്ധി. ഈ വിഷയത്തെക്കുറിച്ചാണ് രാവിലെ ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. സ്തോത്രം. അതെ, മറ്റൊരാളുടെ കിടക്കയെ അശുദ്ധമാക്കുന്നതാണ് ദുർനടപ്പ്. അതെ, ആംഗ്യഭാഷ കൊണ്ടോ ശരീരഭാഷ കൊണ്ടോ അതെ വാക്കുകൾ കൊണ്ടോ നോട്ടത്തിലൂടെയോ ഒക്കെ അതെ തെറ്റായ ദാഹത്തോടും തെറ്റായ ചിന്തയോടും തെറ്റായ താല്പര്യത്തോടും കൂടെയുള്ള സമീപനമോ ശബ്ദമോ വാക്കുകളോ സിംബൽസോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ദൈവത്തിന്റെ കൃപയിൽ നിന്ന് എന്നെ വലിച്ചു മാറ്റുവാനുള്ള തുടക്കമാണ് ഇത്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം എടുത്തു വായിക്കണം. ഗലേഷ്യൻ ചാപ്റ്റർ 2 വേഴ്സ് 20 എന്തെഴുതിയിരിക്കുന്നു? ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. യീശു കെ സാത്ത് മുझे ക്രൂസ് पर चढ़ाया गया. ആമേൻ. എന്നെ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, somebody can read. ആർക്കെങ്കിലും വായിക്കാം. എന്തെഴുതിയിരിക്കുന്നു? ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. പിന്നെ ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. പ്രൈസ് ഗോഡ്. മരിച്ചുപോയ ദേവദാസന്റെ പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം നിരവധി പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ പുറകെ പോയി ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നെന്ന് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പല സ്ഥലങ്ങളിലും വെച്ച് ഈ പഴയ സഖിമാരെ കണ്ടിട്ടുണ്ട്. അവരോടി അടുത്ത് വരുമ്പോൾ അദ്ദേഹം പറയും, എന്നെ തൊട്ടുപോയേക്കരുത്, ആമേ, പഴയ ആള് മരിച്ചുപോയി, ഇനി ആമേൻ ഞാൻ ക്രിസ്തുവിന്റെ വകയാണ്. നോക്കുക, എത്ര പ്രാഗൽഭ്യത്തോടെയാണ് പറയുന്നത്, എത്ര കാഴ്ചപ്പാടോടെയാണ് പറയുന്നത്. ക്രൂശിക്കപ്പെട്ടു പൊരിക്കുകയാണ്. ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിലുള്ള ക്രിസ്തു അത്രേ. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഈ 40 ഡേയ്സിന്റെ തിരുവചന ധ്യാനവും പഠനവും ഒക്കെ കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൊടിയ ആവേശം ഇപ്പോഴേ ഉണ്ട്. എന്റെ കർത്താവെ, ഇത് നിന്നു പോയാൽ തന്നെ സങ്കടമാണെന്ന് തോന്നുന്നവർ കണ്ടേക്കാം. പ്രൈസ് ലോ. ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിരുന്നേ കൊള്ളാമെന്ന് വിചാരിക്കുന്നവർ കണ്ടേക്കാം. പ്രൈസ് ഗോഡ്. വിൽ കം ബാക്ക്. ആമേൻ. ദൈവം അനുവദിച്ചാൽ വരുന്ന നാളുകളിൽ ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ തുടരും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണമല്ലോ. പ്രാക്ടീസ് ചെയ്യണം, നിശ്ചയമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ പലരും ചോദിക്കും, നിങ്ങൾക്ക് എപ്പോൾ കർത്താവിന് വേണ്ടി എന്ത് തുടങ്ങണം, എന്ത് നിയോഗം തുടങ്ങണം? അത് പരിശുദ്ധാത്മാവാണ് നിശ്ചയിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ചർച്ചിന്റെ ഓർഡിനേഷൻ കാണത്തില്ലായിരിക്കും. ആമേൻ. പ്രത്യേകിച്ച് സുവിശേഷാത്മാവിന്റെ വലിയ ദാഹമുള്ള എന്റെ വാത്സല്യ സഹോദരിമാർ ഇതിനകത്തുണ്ട്. ആമേൻ. സഹോദരന്മാരുണ്ട്. ആമേൻ. നിങ്ങളിൽ കത്തിയിരിക്കുന്ന ഈ ആത്മാവിന്റെ തീയെ, അല്ലെ ആത്മഭാരത്തിന്റെ ആ വലിയ ഹേമം, ഇത് മുന്നോട്ട് ആമേൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ നൽകുന്ന നിയോഗം അനുസരിച്ച് നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് ഉണ്ടാകും. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ സ്നേഹിതരായ ഒരാളെയെങ്കിലും വിളിക്കുക. ആമേൻ. അവര് ആമേൻ വിശ്വാസികളായിരിക്കരുത്, മറ്റുള്ളവരെ വിളിക്കുക. കാരണം അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനർത്ഥം വിശ്വാസികളുമായി കൂട്ടായ്മ വേണ്ട എന്നല്ല. ആ ഫെലോഷിപ്പ് അത്യാവശ്യമുള്ള കാര്യം. പക്ഷെ പുതിയ ആളിനോട് ദൈവസ്നേഹം പങ്കുവയ്പ്പാൻ, ഈ വെളിച്ചം അവരിലേക്ക് ചെല്ലാൻ, അവരുടെ ഭവനത്തിൽ ഒരു ബ്ലെസ്സിങ് ഉണ്ടാകാൻ, അവരുടെ വീടിനൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാകാൻ, അതിനാണ് ദൈവം നിങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നത്. ഈ പഠനത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ദൈവകൃപയുടെ ഉദ്ദേശം അതാണ്. എഫേസ്യ ലേഖനം 3-ാമത്തെ അധ്യായം 2-ാം വാക്യം അതിനോട് ചേർത്ത് വായിക്കണം. മറ്റൊരാൾ 1 തെസ്സലോനി 2:4 വായിക്കണം. യെസ്, എന്താ എഴുതിയിരിക്കുന്നത്? എഫേസ്യ ലേഖനം 3-ാമത്തെ അധ്യായം 2-ാം വാക്യം. തനിക്ക് ലഭിച്ച ദൈവകൃപ ആർക്ക് വേണ്ടിയായിരുന്നു? നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെ കുറിച്ച് നോക്കുക. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപ. സ്തോത്രം. അപ്പോൾ ഞാനിപ്പോൾ ഈ 70 സർമൺ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് പങ്കുവയ്പ്പാനിടയായി തീർന്നു. അപ്പോൾ പങ്കുവെച്ചത്
എനിക്ക് ലഭിച്ച ദൈവകൃപ നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ്. എൻ്റെ സന്ദേശങ്ങൾ യൂട്യൂബിലൂടെ പിന്നാലെ കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയും കൂടെയാണ്. ഇത് നാളുകളിൽ നിങ്ങളിത് കേൾക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ച ആത്മപ്രചോദന നിമിത്തം. ദൈവത്തിന് സ്തോത്രം. അതെ, ഇത് മറ്റുള്ളവരിലേക്ക് അതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുമ്പോൾ അവർക്കും ഇത് സ്വാതന്ത്ര്യമായി, സ്വസ്ഥമായി, സമാധാനമായി ഇരുന്ന് കേൾക്കുവാൻ, പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ, വരുന്ന ആളുകളിൽ അവർ ഗ്രഹിച്ചിട്ട് അനേകരിലേക്ക് ഇത് പങ്കുവെക്കാനാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മനസ്സിലായല്ലോ, നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപ എന്നാണ് പൗലോസ് പറയുന്നത്. ചില ആളുകൾ ചോദിക്കും, വിടോ ഇത് ആരാ തന്നെ ഏൽപ്പിച്ചത്? ഇതാര് പറഞ്ഞിട്ടാ താൻ ഇറങ്ങിയത്? പൗലോസ് എന്താ പറയുന്നത് നിങ്ങൾക്കറിയാമോ? 1 തെസ്സലോനി 2-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. പ്രൈസ് ഗോഡ്. അതുപോലെ കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായം 25-ാം വാക്യം കൂടെ വായിക്കണം. 1 തെസ്സലോനി 2:4 എന്തെഴുതിയിരിക്കുന്നു? ഞങ്ങളെ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ. ആരാ ഫലമേൽപ്പിച്ചത്? ദൈവം. അസംബ്ലീസ് ഓഫ് ഗോഡ് ആണോ? ചർച്ച് ഓഫ് ഗോഡ് ആണോ? ഷാരോൻ ആണോ? മറ്റേതെങ്കിലും ഓർഗനൈസേഷൻ ആണോ? ചില പറയും, ഓ നിങ്ങളുടെ സഭയൊന്നും കൊള്ളത്തില്ല, ഞങ്ങളുടെ സഭയാ വലുത്. നിങ്ങളുടെ എല്ലാം ഇൻഡിപെൻഡാ. ഈ മടയന്മാര് ചിന്തിക്കുന്നുണ്ടോ ഇവിടെ തുടങ്ങിയത് എല്ലാരും എങ്ങനെയായിരുന്നു? ഒരാള് അല്ലേ? അവരെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി. ആത്മഭാരമുള്ള, സമർപ്പണമുള്ള, കാഴ്ചപ്പാടുള്ള, ആത്മഭാരമുള്ള പല ആളുകളും കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു? ഇറങ്ങിത്തിരിച്ചു. ഓരോരുത്തർക്കും പരിശുദ്ധാത്മാ നൽകിയ നിയോഗം അനുസരിച്ച് അവർ കർത്താവിന് വേണ്ടി പുറപ്പെട്ടു. വില്യം ഗേറി ഇന്ത്യയിൽ കടന്നു വന്ന് 35-ൽ പരം ഭാഷ പഠിച്ച് ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാനിടയായി തീർന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ ഡേവിഡ് ലിവിങ്സ്റ്റൺ, അദ്ദേഹം ഒരു സ്കോട്ടിഷ് മിഷണറി ആയിരുന്നു. അദ്ദേഹം എത്രമാത്രം കർത്താവിന് വേണ്ടി പോയി വർക്ക് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ ഹെഡ്സൺ ടൈലർ ഏതാണ്ട് 50-ൽ പരം വർഷങ്ങൾ അദ്ദേഹം ചൈനയിൽ പോയി നിന്ന് അദ്ദേഹം ഒരു ബ്രിട്ടീഷ് മിഷണറി ആയിരുന്നു. കർത്താവിന് വേണ്ടി പോയി പ്രവർത്തിച്ച സഹോദരങ്ങളെ, ഇങ്ങനെ ഓരോരുത്തരും പോയി കടന്നുപോയി ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ അവരെല്ലാവരും വലിയ സമൂഹമായിട്ടല്ല, എഗസ്കേലിനെ ആത്മാവ് കൊണ്ടുപോയതുപോലെ കൂർത്തുമൂർത്ത അനുഭവങ്ങളിലൂടെ അവർ ഒറ്റയ്ക്കായി പോയത്. അവരോടൊപ്പം പൗലോസിൽ വ്യാപരിച്ചവൻ, പത്രോസിൽ വ്യാപരിച്ചവൻ, ആമേൻ, അവരിലും വ്യാപരിച്ചു, എന്നിലും വ്യാപരിക്കുന്നു. ഇന്ന് രാത്രി അത് നിങ്ങളിലും വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഉറച്ചുകൊള്ളണം. ഞങ്ങളെ സുവിശേഷം പരമേൽപ്പിച്ച ദൈവം തമ്പുരാൻ ഞങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? ഞങ്ങളെ വിശ്വസ്തരെന്നെണ്ണി. ഞങ്ങളെ സുവിശേഷം പരമേൽപ്പിക്കേണ്ടതിന് വേണ്ടി. സ്തോത്രം, സ്തോത്രം. അതിന് അപ്പോസ്തലനായ പൗലോസ്, നിങ്ങൾ കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം ഒന്നെടുത്ത് നോക്കിക്കേ. പൗലോസ് അത് പറയുന്നത് ഒരു വലിയ ഉദ്യോഗമായിട്ടാണ് പറയുന്നത്. എന്താ എഴുതിയിരിക്കുന്ന? വായിച്ചേ. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. നോക്കുക, അവിടെ നമ്മൾ വായിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം. പിടികിട്ടുന്നുണ്ടോ? ദൈവം എനിക്ക് നൽകിയ ഉദ്യോഗപ്രകാരം. ഇന്ന് രാത്രിയിൽ എത്ര പേരുടെ ഉള്ളിൽ ഈ ആത്മബോധ്യമുണ്ട്? അതേ കർത്താവേ, സ്വർഗത്തിലെ അല്ലെങ്കിൽ ഈ മഹാരാജാവിന്റെ പാർട്ട്ണറായി വർക്ക് ചെയ്യേണ്ടതിന് വേണ്ടി സ്വർഗീയ കമ്പനിയിലേക്ക്, സ്വർഗീയ രാജ്യത്തിന് വേണ്ടി ഈ മഹാരാജാവിന്റെ വേലയിലെ ഒരു പങ്കാളിയാണ് ഞാനെന്ന് നിങ്ങൾക്ക് പ്രാഗൽഭ്യത്തോടെ രാത്രി പറയാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. നിങ്ങൾ അതിൽ എൻജോയ് ചെയ്യണം. പ്രൈസ് ഗോഡ്. ആമേൻ. പ്രൈസ് ഗോഡ്. കുഞ്ഞുങ്ങൾ ഇന്ന് എന്നോട് പറയായിരുന്നു, ഡാഡിയുടെ ഈ സന്തോഷം അങ്ങോട്ട് കണ്ടിട്ട് ഞങ്ങൾക്ക് പോലും സഹിക്കുന്നില്ല. അവര് നോക്കുമ്പോൾ 24/7 ആഹാരം കഴിക്കാനിരിക്കുമ്പോഴും ഒരു കയ്യിൽ പുസ്തകമാണ്,
സ്തോത്രം. ബാത്റൂമിൽ പോയാലും ഒരു കയ്യിൽ പുസ്തകമാണ്, കിടക്കാൻ നേരവും ബൈബിൾ നെഞ്ചത്തുണ്ട്. ഈ എപ്പോഴും ഡാഡി ഇത് എന്തുവാ ഇത്? ഞാൻ പറഞ്ഞു, മോനെ എന്നിട്ടും പപ്പ ശരിയായിട്ടില്ല, ഇനി ശരിയാകാനുണ്ട് പപ്പ. എന്റെ അപ്പ ശരിയാകാൻ ഇനിയും ഉണ്ടെന്ന് പറഞ്ഞാൽ ഇനി എന്തുവാ ഞങ്ങൾ അങ്ങനെ. മോനെ, കർത്താവിന്റെ വരവോളം വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. തീർന്നില്ല. കഴുകാൻ ഇനിയുമുണ്ട്, ഏറ്റുപറയാൻ ഇനിയുമുണ്ട്, ഒരുങ്ങാൻ ഇനിയുമുണ്ട്. പ്രൈസ് ഗോഡ്. പൗലോസ് പറഞ്ഞു, ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായുവെന്നുമല്ല, എനിക്കും അത് പിടിക്കാമോ എന്ന് വിചാരിച്ച് ഞാനും ഓടുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സംതൃപ്തരാകരുത്. ഒരു ശുശ്രൂഷ ചെയ്തു, നിങ്ങൾ ഒരിക്കലും സംതൃപ്തി നിങ്ങളെ ഭരിക്കരുത്. പിന്നെയും നിങ്ങളുടെ ഉള്ളിൽ, അയ്യോ ഞാൻ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ. കർത്താവ് അത് പറഞ്ഞിട്ടുള്ളതും ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുള്ളതും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടും ഞങ്ങൾ ചെയ്യേണ്ടത് മാത്രമേ ചെയ്തുള്ളൂ, ഞങ്ങൾ അപ്രയോജന ഭൃത്യന്മാർ എന്നത്രേ പറയേണ്ടത്. ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടും. ഒരിക്കൽ വില്യം കേറി ഒരു സദസ്സിൽ വെച്ച് ഒരു വലിയ പണ്ഡിതനായ മനുഷ്യൻ ഒന്ന് താഴ്ത്തിക്കെട്ടാൻ ആഗ്രഹിച്ച് ഇങ്ങനെ പറഞ്ഞു, വില്യം കേറി ഈസ് എ ഷൂ മേക്കർ ഉള്ളി, അദ്ദേഹം ഒരു ചെരുപ്പ് ഉണ്ടാക്കുന്ന ആള് മാത്രമാണ് എന്ന്. അപ്പൊ വില്യം കേറി എഴുന്നേറ്റിട്ട് പറഞ്ഞു, സാർ അത് തിരുത്തണം സാർ, ഞാൻ ചെരുപ്പ് ഉണ്ടാക്കുന്ന ആളല്ല, ഞാൻ പന്നലായ ചെരുപ്പ് നന്നാക്കി കുത്തിക്കെട്ടുന്ന ആളിന്റെ ജോലി, അതിനേക്കാൾ താണ ജോലിയാണ് ഞാൻ ചെയ്തോണ്ട്. പ്രൈസ് ഗോഡ്. നമ്മളെ ആരെങ്കിലും താഴ്ത്തിക്കെട്ടിയാൽ നമ്മൾ പെട്ടെന്ന് ചൂടാവും അല്ലേ? സ്തോത്രം. നമ്മളെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്തെന്നിരിക്കട്ടെ, പെട്ടെന്ന് നമ്മുടെ പഴയ ആള് ആക്റ്റീവ് ആകും അല്ലേ? അന്നേരം കൈയൊക്കെ അങ്ങ് പെരുത്ത് വരും, അന്നേരം തന്നെ ഒരു മെസ്സേജ് ഇടണമെന്ന് തോന്നും, അല്ലെ ഇപ്പൊ തന്നെ വിളിക്കണം, അച്ചാച്ചാ ഇപ്പൊ വിളിക്കണം, ഇപ്പൊ വിളിച്ചില്ലേ അവളുടെ സോക്കേട് തീരത്തില്ലേ, ഇപ്പൊ തന്നെ വിളിച്ചോണം അല്ലയോ സാ? ഇപ്പൊ തന്നെ നമുക്ക് വിളിച്ചതിന് മറുപടി കൊടുക്കണം എന്ന് നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യും? സാത്താൻ പറയും. ആ ചൂടോടെ എന്ത് ചെയ്യും? നമ്മൾ തിരി കത്തിച്ചു കൊടുക്കുമ്പോൾ ആളിപ്പുള്ളി കത്തും. പിന്നെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥിക്കാനിരിക്കുമ്പോ പറയുന്നത്, സത്യത്തിൽ അച്ചാച്ചാ എനിക്കും തോന്നുന്നു അത് പറയണ്ടായിരുന്നു, പിന്നെ നീ അല്ലയോടി എന്നെ ഇളക്കിയത്. എന്റെയും കൃപ പോയി, നിന്റെയും കൃപ പോയി, ഇനി എത്ര ഇരിക്കണമടി. സ്തോത്രം. അന്നേരത്തെ മൂടിൽ ഞാനും അങ്ങ് ചിന്തിച്ചു പോയി. നിനക്കറിയാമല്ലോ, പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് അത് സത്യമാണോ എന്ന് പരിശോധിക്കത്തില്ല. ക്വിക്കായിട്ടാണ് നമ്മുടെ ആക്ഷൻ പലപ്പോഴും. കേൾക്കാൻ വേഗതയും പറവാൻ താമസം. ഞാനൊരു എപ്പിസോഡിൽ പറഞ്ഞത് ഓർക്കുന്നു, അന്ന് ക്ലാസ്സിൽ ഇല്ലാത്തവർക്ക് വേണ്ടി പറയാം. ഞങ്ങൾ ഡോക്ടർ ഐസക് വി മാത്യു സാറിനെ വിളിച്ച് ഞങ്ങള് മിഷണറിമാർക്ക് വേണ്ടി കൗൺസിലിംഗ് പ്രോഗ്രാം നടത്തുമ്പോൾ, അതെ, ഞങ്ങള് ഒരു സ്റ്റോറി ഒരാളോട് പറഞ്ഞു. അടുത്ത ആൾ ആ സ്റ്റോറി കേട്ടു. അങ്ങനെ 10 പേരോട് പറഞ്ഞ് 10ാമത്തെ ആള് കേട്ടവർ വന്ന് സ്റ്റോറി പ്രസന്റ് ചെയ്യണം. 10ാമത്തെ ആള് സ്റ്റോറി പറഞ്ഞപ്പോൾ പുത്തൻ സ്റ്റോറിയാണ് അവിടെ വന്നത്. പലപ്പോഴും ഇങ്ങനെയാണ് സഹോദരങ്ങളെ. കഴിഞ്ഞ ദിവസം 3 കുരങ്ങന്മാരുടെ കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിച്ചല്ലോ. കണ്ടതും കേട്ടതും മിണ്ടരുത്. സ്തോത്രം. അപ്പോൾ പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? നമ്മൾ നേരത്തെ കണ്ട ഈ 28 കൂട്ടം കാര്യങ്ങൾ വർക്ക് ചെയ്യത്തില്ല. സ്തോത്രം. നമുക്കറിയാം, ഏത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താലും അതിനകത്ത് ആന്റിവൈറസ് എന്ന് പറഞ്ഞൊരു സാധനം കൂടെ ഇൻസ്റ്റാൾ ചെയ്യും. എന്തിനാ? നമുക്കറിയത്തില്ല ഇവൻ എപ്പോഴാ ഇത് കയറി വരുന്നതെന്ന്. വന്നു കഴിഞ്ഞാൽ വിലപ്പെട്ട ഫയലിനെ എല്ലാം നശിപ്പിച്ചുകൊണ്ട് ഇവനങ്ങ് പോകും. സഹോദരങ്ങളെ, പാപം നിറഞ്ഞ ഒരു മ്ലേച്ഛ ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപ ചോർന്നു പോകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ കേൾക്കുകയോ കാണുകയോ ഇടപെടുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓർത്തിരിക്കണം, ദൈവകൃപയിൽ നിന്ന് നമ്മളെ വലിച്ചു മാറ്റാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പൊടുന്നനെയായിരിക്കും നമ്മുടെ മുന്നിൽ വരുന്നത്. സ്തോത്രം. ആ സമയത്ത് അതിനെ നേരിടണമെങ്കിൽ നമുക്ക് സൗമ്യതയുടെ ആത്മാവ് ആവശ്യമുണ്ട്. 68 സങ്കീർത്തനം 1-ാം വാക്യം ഒന്നെടുത്ത് വായിച്ച്. എന്താ എഴുതിയിരിക്കുന്നത്? 68 സങ്കീർത്തനം 1-ാം വാക്യം. ഞാൻ നിന്റെ ശത്രുവിനെ
നിന്റെ പാദപീഠമാക്കുവോളം വലത്തുഭാഗത്തിരിക്ക എന്ന് നിന്റെ കർത്താവിനോട് പറഞ്ഞ ഭാഗം നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. 68-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവം എഴുന്നേൽക്കുന്നു, എന്റെ ശത്രുക്കൾ എന്ത് ചെയ്യുന്നു? ചെതറിപ്പോകുന്നു. അവനെ പഴിക്കുന്ന എല്ലാവരും അവന്റെ മുമ്പിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഓടിപ്പോകുന്നു. ദൈവമക്കളെ, ഓർത്തിരുന്നോണം. അതെ, ദോഷം പറയുന്ന ആളുകളുടെ മുമ്പിൽ നിങ്ങൾ അകപ്പെടുമ്പോൾ, നിങ്ങൾക്കെതിരായ ഒരു അപവാദം പറഞ്ഞുണ്ടാക്കിയാൽ, സാത്താന്റെ ഏറ്റവും വലിയ ടാർഗറ്റിൽപ്പെട്ട ഒരു ആയുധമാണ് അപവാദം പറയുക. 4 പേര് നിങ്ങളെക്കുറിച്ച് ദോഷം പറയുന്ന ഒരു കാര്യം കേട്ടാൽ പെട്ടെന്ന് നിങ്ങളോടുള്ള സ്നേഹമൊക്കെ ആളുകൾക്ക് തണുത്തിട്ട് തെറ്റിദ്ധാരണകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സ്നേഹവും ആ മിണ്ടാട്ടവും ഒക്കെ ഇല്ലാതെ വരുമ്പോൾ, ആ ഗ്യാപ്പിൽ എന്തൊക്കെയോ നടന്നതായി നിങ്ങൾക്ക് തോന്നൽ വരുമ്പോൾ, നിങ്ങളുടെ മനസ്സ് ആദിയെരിഞ്ഞ് വിഷണ്ണ മനസ്സോടൊന്നും പോകരുത്. ക്രിസ്തുവിൽ നിങ്ങളെ കാണാനും നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളെ റെസ്പെക്ട് ചെയ്യാനും നിങ്ങൾ തയ്യാറാകണം. ദൈവദാസനായ ഇയ്യോബ് പറഞ്ഞ മാതിരി, ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. സ്തോത്രം. അവൻ എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടതാകിയാൽ എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ചെവിയെ നട്ടവൻ നന്നായി കേൾക്കും. കർത്താവ് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ചില സ്ഥലത്ത് തമ്പുരാൻ പറഞ്ഞു, ഞാനത് കണ്ടു. പ്രൈസ് ലോർഡ്. യാക്കോബ് പറയുന്നുണ്ട്, 10 പ്രാവശ്യം പ്രതിഫലം മാറ്റി, ഞാൻ കണ്ടു. മോശ പ്രാർത്ഥന പറഞ്ഞു, ഞാൻ കണ്ടു. ഇസ്രായേൽ മക്കൾ ക്ഷീണിച്ചിരുന്നപ്പോൾ അമാലേക്യർ വന്ന് ആക്രമിച്ചത് ഞാൻ കണ്ടു, ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു. 4 മിസ്രൈമിൽ ഞാൻ ഇത് ചെയ്യുമെന്ന് ഞാൻ എഴുതിയിരിക്കുന്നു, ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. നാളെ ഈ നേരത്തെ ശമരിയുടെ പടിവാതിക്കൽ, ഇതൊക്കെ ടൈം ഫിക്സ് ചെയ്ത ദൈവമാ, നിശ്ചയിച്ച ദൈവമാ. അതുകൊണ്ട് എൻ്റെ വാത്സല്യ വേദ വിദ്യാർത്ഥികളോട് ഞാൻ താഴ്മയോട് പറയാം, നിങ്ങളൊന്നും പ്രതികരിക്കാൻ പോകരുത്. ദൈവത്തിന് പ്രവർത്തിപ്പാൻ സമയം കൊടുക്കണം. സത്യം തെളിയിക്കേണ്ട ഒരു കാര്യമല്ല പലപ്പോഴും, വിശേഷാൽ ആത്മീയ കൊള്ളത്തിൽ തെളിവായി വെളിപ്പെട്ടു വരേണ്ട കാര്യമാണ്. നിങ്ങൾ ഒരു ടാങ്ക് വെള്ളത്തിന്റെ അടിയിൽ ഒരു തുള്ളി ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്ത് 1000 ലിറ്റർ വെള്ളം നിറച്ചു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ ചെന്നൊന്ന് നോക്കണം, എന്ത് മുകളിൽ കിടക്കും? ആ എണ്ണ മേളിൽ കിടക്കും. ഇതാണ് സത്യത്തിന്റെ വില. ആമേൻ. പെരുവെള്ളമൊക്കെ ഇതിന്റെ മീതെ കടന്നു വരും. പക്ഷേ നിങ്ങളുടെ മേലുള്ള ആ ഓയിലുണ്ടല്ലോ, അത് മീതെ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു സമയം നിശ്ചയമായി വരും എന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിച്ച് ധൈര്യപ്പെടുത്തട്ടെ. അപ്പോൾ നിങ്ങൾ ഓർക്കണം, നാളെ നിങ്ങൾ സുവിശേഷം പങ്കുവെക്കുമ്പോൾ, നാളെ കർത്താവിന് വേണ്ടി നിങ്ങൾ നിലകൊള്ളുമ്പോൾ ആളുകൾ ചോദിക്കും, നിന്നെ ആരാ ഇതിനൊക്കെ ആക്കിയത്? ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, സ്വർഗത്തിലെ ദൈവം എനിക്ക് നൽകിയ ഉദ്യോഗപ്രകാരം. പൗലോസ് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ദൈവം നൽകിയ ഉദ്യോഗപ്രകാരം എന്നാണ് നമ്മൾ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 25-ാം വാക്യം വായിച്ചത്. ഒന്നുകൂടെ ആ ഭാഗം വായിച്ചാട്ടെ അച്ചുമ്മ. യെസ്, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം. ഓക്കെ, somebody can read. യെസ്, 1:25. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന്. രാത്രിയില് നിങ്ങളൊന്ന് ഉറക്കണം. എന്താണ്? എന്നെ ഗോസ്പൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൈവം എന്ന് നമ്മൾ എഫേസ്യ ലേഖനത്തിലും 1 തെസ്സലോനി 2:4 നമ്മൾ വായിച്ചു. ഗോസ്പൽ, സുവിശേഷം ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാക്കാണ് നമ്മൾ കണ്ടത്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ കണ്ടു, നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപ എന്നൊരു വാക്യം നമ്മൾ കണ്ടു. അപ്പോൾ എന്താണ് ആദ്യം ശ്രദ്ധിച്ചത്? ഗോസ്പൽ ഞങ്ങളെ ഭരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ കൊള്ളാകുന്നവരായി തീർന്നതുപോലെ. അപ്പൊ ദൈവമാണ് നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ഇതെന്തിനാണ്? ധാന്യം പൂട്ടിയിട്ടിരിക്കുന്ന രാജാവിനെ ജനം ശപിക്കുമെന്നാണ്. അപ്പോൾ ദൈവരാജ്യത്തിന്റെ വിത്തുവാഹികളാണ് ഞാനും നിങ്ങളും. ഒരിക്കൽ ഫറവോന്റെ അരികിൽ ആളുകൾ ചെന്നിട്ട് പറഞ്ഞു, അമേ യജമാനനെ, ഞങ്ങൾക്ക് വിതയ്ക്കേണ്ടതിന് വിത്ത് തരണം.
അപ്പോൾ ഫറവോൻ എന്താണ് പറഞ്ഞത്? നിങ്ങൾ യോസഫിന്റെ അരികിൽ ചെല്ലുവീൻ, അവന്റെ കയ്യിൽ വിത്തുണ്ട്. Praise God. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങളുടെ കയ്യിൽ സുവിശേഷം ഭരമേൽപ്പിച്ചിരിക്കുമ്പോൾ, പ്രവാചക പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, വിത്തുകൾ കട്ടകളുടെ ഇടയിൽ കിടന്ന് കെട്ടുപോകുന്നു. എന്തുകൊണ്ടാ കെട്ടുപോകാൻ കാരണം? അതിന് ഈർപ്പമില്ല, മുൻമഴയില്ല, പിന്മഴയില്ല. ഇന്ന് രാത്രിയിൽ ഈ തിരുവചനം പഠിക്കുമ്പോൾ, അത് ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, ഈ വചന പഠനത്തോടൊപ്പം ഇതിനെ കിളുക്കുമാറാക്കുന്ന, വളരുമാറാക്കുന്ന ഒരു ആത്മീയ ജീവജല നദിയും കൂടെ, ഇതിന്മേൽ ഒരു ആത്മമാരിയും കൂടെ പകരപ്പെടുവാൻ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. ഇനി 5 ദിവസം കൂടെ കഴിയുമ്പോൾ ഈ നമ്മുടെ 40 ഡേയ്സ് വചനധ്യാനം തീരുകയാണ്. എത്ര വേഗത്തിലാണ് 35 ദിവസം പിന്നിട്ടത് അല്ലേ? എനിക്ക് 3 ദിവസം പോലെ തോന്നിപ്പോകും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഈ സ്ക്രീനിലുള്ള നിങ്ങളെ എല്ലാവരെയും ഒരു ദിവസം മിസ് ചെയ്യുമ്പോഴത്തേന് എന്തോ ഒരു മനസ്സിന് ഭാരം പോലെ തോന്നിപ്പോകുന്നു. കാരണം ഒരു ഭവനത്തിൽ ഇരുന്ന് എല്ലാവരുടെ കൂട്ടായ്മ ആചരിക്കുന്ന പോലുള്ള ഒരു സ്വർഗീയ സന്തോഷം ഞാൻ കണ്ണുനീരോടെ ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ധാരാളമായി നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് കർത്താവാണ് നിങ്ങളെ ഭരമേൽപ്പിച്ചത്. ചില വാക്യങ്ങളിലൂടെ നിങ്ങൾക്ക് അതിനായിട്ട് ഞാൻ തരാം. കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. അപ്പോൾ അവിടെയും നമ്മൾ കാണുന്നത് പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും. അങ്ങനെ ഒരു വാക്യം അവിടെ നമ്മൾ കാണുന്നു. 2 തിമോഥെയോസ് 4:2 മുതൽ 5 വരെയും, ഗലാത്യ ലേഖനം 2-ാം അധ്യായം 7-8 വാക്യം റഫറൻസുകൾ എഴുതുക. 1 തിമോത്തി 4:6, 1 തെസ്സലോനി 3:2. ഒന്നുകൂടെ പറയാം. കൊലോസ്യർ 1:25, എഫേസ്യർ 3:2, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം, 2 തിമോത്തി 4:2 മുതൽ 5 വരെ, ഗലാത്യ ലേഖനം 2-ാം അധ്യായം 7-8, 1 തിമോത്തിയോസ് 4:6, 1 തെസ്സലോനി 3:2. ഈ വാക്യങ്ങളിലെല്ലാം നാം കാണുന്നത് കർത്താവ് ഭരമേൽപ്പിച്ച ദൈവം നൽകിയ ശുശ്രൂഷയുടെ ദൈവത്താൽ നിയുക്തരായ ഭാഗങ്ങളെ കുറിച്ചാണ് നാം കണ്ടുവരുന്നത്. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മറ്റൊരു കാര്യങ്ങളുടെ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ വ്യത്യസ്തമായ നിലകളിൽ പരിശുദ്ധാത്മാവ് നിയോഗം തരും. എന്താ? ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്കൊരു സെൽഫ് പ്രെയർ സ്റ്റാർട്ട് ചെയ്യണം. പ്രൈസ് ഗോഡ്. അപ്പോൾ ചിലരും അവിടെ വിടുതലിനായി വരും. ചിലപ്പോൾ ആ സെൽ മീറ്റിംഗ് ആ മുറിയിൽ ഇരിക്കാൻ ഇടമില്ലാതാകുമ്പോഴും ഒക്കെ ദൈവം ആക്കി തീർത്തെന്ന് വരും. അപ്പൊ ആളുകൾ ചിലത് ചോദിച്ചെന്ന് വരും, ഓ, ഇങ്ങനെ പ്രാർത്ഥന നടത്താൻ ആരാ അധികാരം തന്നെ? ഇങ്ങനെ നടത്താൻ ഏത് വ്യവസ്ഥയുണ്ട്? സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കണമെന്നാണ് വചനം. അതുകൊണ്ട് സഹോദരിമാരെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ആളുകൾ എഴുന്നേറ്റ് വന്നാൽ, അങ്ങനാണോ പാസ്റ്ററെ, എന്നാ ഞാൻ എല്ലാരെയും പിരിച്ചുവിട്ടേക്കാം എന്ന് പറഞ്ഞ് മൊണ്ണകളായി പോകരുത്. അവർക്ക് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ തക്കതായ മറുപടി വേണം. എങ്ങനെ? ജഡത്തിന്റെ ശബ്ദമല്ല. നമുക്ക് തിരുവെഴുത്ത് എന്ത് പറയുന്നു? വീട്ടിൽ അങ്ങനെ കൂട്ടായ്മ തുടങ്ങാമോ? അങ്ങനെ കൂട്ടായ്മ തുടങ്ങുന്നത് ദൈവഹിതമാണോ? പൗലോസ് പറഞ്ഞില്ലേ സഭയിൽ സ്ത്രീകൾ മിണ്ടാതിരിക്കണമെന്ന്? അത് എത്ര കേട്ടിട്ടും അത് പഠിക്കാത്ത പെണ്ണുങ്ങളെ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗമുണ്ട്. എത്ര കേട്ടാലും മനസ്സിലാകില്ല. പ്രൈസ് ഗോഡ്. പല സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്ക് പോയിട്ട് കഴിയുമ്പോൾ ചില വന്നിട്ട് എന്നോട് ചോദിക്കും, എന്നോട് വല്ലതും ദൈവശബ്ദമുണ്ടോ? നമ്മൾ 1.5 മണിക്കൂർ പിന്നെ എന്തുവായി പറഞ്ഞു? പ്രൈസ് ഗോഡ്. അങ്ങനെ ദൈവം നിയോഗം നൽകിയാൽ കൂട്ടായ്മ, സെൽ ഗ്രൂപ്പുകൾ തുടങ്ങാൻ പറ്റുമോ? നിശ്ചയമായും തുടങ്ങാൻ പറ്റും.
വാക്യങ്ങൾ എഴുതുക. വീട്ടിൽ പ്രയർ സെൽ ആരംഭിക്കുന്ന ദൈവഹിതമോ? ഈ ദൈവവചനം എന്തു പറയുന്നു? നമുക്കെടുക്കാം ഫിലേമോന്റെ ലേഖനം 1-ാമത്തെ അധ്യായം. ഫിലേമോന്റെ ലേഖനത്തിന്റെ നമുക്ക് കടന്നു വന്നാട്ടെ. അതിന്റെ 2-ാം വാക്യത്തിലേക്ക് വന്നാട്ടെ. ഫിലേമോൻ എന്ന നിനക്കും സഹോദരിയായ അപ്പിയയ്ക്കും ഞങ്ങളുടെ സഹപഠനായ അർക്കിപ്പോസിനും നിന്റെ വീട്ടിലെ സഭയ്ക്കും എഴുതുന്നത്. കണ്ടോ, പൗലോസ് ലേഖനം എഴുതുന്ന ആർക്കാ? നിന്റെ വീട്ടിലെ സഭയ്ക്കും. 1-ാം നൂറ്റാണ്ടിൽ ഹോം ചർച്ചുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഈ അന്ത്യകാലത്ത് അത് കൂടുതൽ ഉണ്ടാകും. ഞാനൊരു 3 സെഷന് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ഭവനങ്ങളിൽ കഴിയുമെങ്കിൽ ആമേൻ, ദൈവം നിങ്ങൾക്ക് നിയോഗം തരുന്ന കാലം വരുമ്പോൾ ഒരു ചെറിയ ചാപ്പൽ റൂം പണിഞ്ഞിടണം. ദൈവത്തിന് സ്തോത്രം. ഒപ്പം ഞാൻ പറഞ്ഞു, വിദേശത്തുള്ള ആളുകൾക്ക് ഗ്രാൻഡ്മായ്ക്കുള്ള ഒരു ഹോം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ അമേരിക്കയിലൊക്കെ. അപ്പൊ വയസ്സൊക്കെ ആവുമ്പം ആ സൈഡിൽ ഒരെണ്ണം അടിച്ചു കൂട്ടിയിട്ടേക്കണം. കേട്ടോ സിസ്റ്ററെ? പ്രൈസ് ഗോഡ്. കാരണം വീട്ടിനകത്ത് പ്രാർത്ഥനയൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ നിനക്ക് ഏത് സമയത്തും സ്വസ്ഥമായി പോയി ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഒന്ന് ഓടിപ്പോയി ഒന്ന് മുട്ടുകുത്താൻ ഒരു സ്ഥലം, യഹോവയ്ക്ക് വിശുദ്ധമായ ഒരു സ്ഥലം, ഒരു പവിത്രമായ സൂക്ഷിക്കുന്ന ഒരു സ്ഥലം നിങ്ങൾക്കുണ്ടാകുന്നത് നല്ലതാണ്. കാരണം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന വിളിയും നിയോഗത്തിനുള്ളിൽ ഒരു വലിയ ആത്മഭാരമുണ്ട്. ഈ ആത്മഭാരത്തിലൂടെ ഒരു വലിയ ശുശ്രൂഷ എല്ലാവരിലൂടെയും ചെയ്യാൻ ദൈവം കണ്ടതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, മുളക്കഴയിലുള്ള സയോൺ ബിബ്ലിക്കൽ സെമിനാരി, അവിടെ 3 ദിവസം പഠിപ്പിച്ച ആ സെമിനാരിയുടെ ആരംഭം, മുളക്കഴ ബൈബിൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത് അമേരിക്കയിലുള്ള മയേഴ്സ് മാദാമ എന്ന് പറയുന്ന ഒരു മിഷണറി വനിതയ്ക്ക് ദൈവം കൊടുത്ത ദർശനമാണ് അവിടെ വന്നൊരു ബൈബിൾ സ്കൂൾ ആരംഭിച്ചത്. സ്തോത്രം. നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണോ നിയോഗം കിട്ടിയിരിക്കുന്നത്, നിങ്ങൾ അത് ചെയ്യണം. സ്തോത്രം. അതൊരിക്കലും നഷ്ടമല്ല. ദൈവരാജ്യത്തിന് വേണ്ടി എന്താണോ നിങ്ങളുടെ ഉള്ളിൽ ദൈവം നൽകിയ പ്രകാശനം, അത് സാക്ഷാത്കരിക്കാൻ ആദ്യം നിങ്ങളുടെ കൂടാരങ്ങളിൽ ഒരു പ്രാർത്ഥനാ സ്ഥലം നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം. അതിനർത്ഥം നിങ്ങളുടെ ആയിരിക്കുന്ന ദൈവദാസന് നിങ്ങളൊരു വേദനയോ തലവേദനയോ ആകാനല്ല. ആ ഭവനത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നവർ നിങ്ങളുടെ ചർച്ചിലേക്ക് പോകട്ടെ. സ്തോത്രം. നിങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടുന്ന ആളുകൾ ചിലപ്പോൾ 50 കിലോമീറ്റർ ദൂരെ നിന്നാ വരുന്നതെങ്കിൽ അവർ നിങ്ങളുടെ ചർച്ചിൽ തന്നെ വരാൻ നിർബന്ധിക്കരുത്. കാരണം കാഴ്ചപ്പാടുള്ള, ആത്മഭാരമുള്ള, ദൈവകൃപയുള്ള നല്ല ഒരു ലീഡർഷിപ്പിന്റെ കീഴിൽ അവരെ ഹാൻഡ് ഓവർ ചെയ്യണം. കാരണം ലൈഫ് ടൈം നിങ്ങൾക്ക് അവരെ ടേക്ക് കെയർ ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവരുടെ നിലനിൽപ്പിനും ആയിരിക്കുന്ന സ്ഥലത്ത് അവർ കൂടുതൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനും ഇടയായി തീരേണ്ടതിന് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫിലേമോന്റെ ലേഖനത്തിൽ നമ്മൾ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് എന്താണ്? നിനക്കും സഹോദരിയായ അപ്പിക്കും ഞങ്ങളുടെ സഹപഠനായ അർക്കിപ്പോസിനും പിന്നെന്താ നിന്റെ വീട്ടിലെ സഭയ്ക്കും എഴുതുന്നത്. അപ്പൊ അവരുടെ വീട്ടിൽ എന്ത് നടന്നു? കൂട്ടായ്മ നടന്നു, ആരാധന നടന്നു, സഭായോഗം നടന്നു എന്ന അർത്ഥം. ഒന്ന് ഓർത്തിരിക്കണം. ആമേൻ. ദൈവത്തിന്റെ പെട്ടകം അത് ഒബേദേദോവിന്റെ വീട്ടിൽ വെക്കാൻ ഇടയായതുകൊണ്ട് അവനും അവന്റെ വീടിനും അവനുള്ളത് എല്ലാത്തിനെയും ദൈവം അനുഗ്രഹിച്ചു. പ്രൈസ് ഗോഡ്. ആമേൻ. നിങ്ങൾക്കൊരു പ്രതിസന്ധി വരുമ്പോൾ അവിടേക്ക് ഓടിച്ചെന്ന് കരയാനൊരു നല്ല ഇടം വരും കാലങ്ങളിൽ പരിശുദ്ധാത്മാവ് ഒരുക്കി തരട്ടെ. അടുത്തത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 46-ാം വാക്യം. എന്താണ് നമ്മളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മൾ സാന്റിഫിക്കേഷൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് തുടങ്ങിയതെങ്കിലും നിങ്ങൾ പ്രാപിക്കുന്ന ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം നാളെയുടെ ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്ക്
ഒരു നിയോഗവും അവസരവും തരുമ്പോൾ നിങ്ങളെ ദൈവം ഉപയോഗിക്കുന്നത് കാണുമ്പോൾ അസൂയപ്പെട്ട ശുശ്രൂഷ സമൂഹം തന്നെ നിങ്ങളുടെ എതിരാളികളായി മാറാൻ സാധ്യത വരും. ആ ഗലാത്യ സഭയുടെ ഒരു കുഴപ്പവും അതായിരുന്നു. ആദ്യം പൗലോസിന്റെ മിനിസ്ട്രി കണ്ടപ്പോൾ ആ ജന്മനാ മുടന്തനായവനൊക്കെ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ദേവന്മാർ എന്ന് പറഞ്ഞ് അംഗീകരിച്ചു, മാലയിട്ട് അവരെ സ്വീകരിച്ചു. എന്തിന്? അവരെ ദേവന്മാരെന്ന് വരെ കണ്ടു. പക്ഷേ അല്പം കഴിഞ്ഞ് താൻ ശക്തമായി സുവിശേഷം അറിയിച്ചപ്പോൾ അവർ അവനെ കല്ലെറിയാനിടയായി. സ്തോത്രം. അപ്പോൾ പ്രതികരണം വ്യത്യസ്തമായിട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ അതിന്റെ വ്യവസ്ഥാവിധം അത് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയുടെ കണക്ക് ദൈവം ചോദിക്കും. ആ താലന്ത് വേറൊരാളുടെ ഭീഷണി കേട്ട് ഒഴിച്ചുമൂടി നിങ്ങൾ ദൈവം ഉപയോഗിക്കേണ്ടതിന് നമ്മൾ കേൾപ്പാനിടയായി തീർന്നു. ആമേൻ. ഞങ്ങളെ സുവിശേഷം കർത്താവ് ഭരമേൽപ്പിച്ചിരിക്കുന്നു. മാറിൽ കരം വെച്ചൊന്ന് പറയാമോ? എന്റെ കർത്താവ് എന്നെ ഏൽപ്പിച്ചതാണ് സുവിശേഷം. 2, നിങ്ങളുടെ ആമേൻ നെഞ്ചത്ത് കരം വെച്ചിട്ട് നിങ്ങൾ പറയണം, ആമേൻ, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എനിക്ക് ഈ ദൈവകൃപ ലഭിച്ചിരിക്കുന്നത്. ആമേൻ. പൗലോസ് പറഞ്ഞു, നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപ. 3-മതായി നാം ശ്രദ്ധിച്ചു, ദൈവം എനിക്ക് നൽകിയ ഉദ്യോഗമാണ് സുവിശേഷീകരണം. പ്രൈസ് ഗോഡ്. ഒന്ന് പറയാമോ? എന്റെ ദൈവം എനിക്ക് നൽകിയ ഉദ്യോഗമാണ് സുവിശേഷീകരണം. അതിന്റെ ഏത് വിധത്തിലും നിങ്ങൾക്കതിൽ പങ്കാളിത്തം വഹിക്കാൻ കഴിയും. അപ്പോൾ പിന്നീട് നാം ചിന്തിച്ചു വന്നത്, ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരാൾ ഒരുങ്ങിയാൽ മറുപടി ഒന്നും പറയാൻ പോകണ്ട. നിങ്ങൾ ചെയ്യുന്നത് ദൈവഹിതമല്ലായിരുന്നോ എന്നൊരു സംശയം തോന്നാനിടവരരുത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. കാരണം പണ്ടൊരു ആള് ഒരു സ്റ്റോറി പറഞ്ഞത് ഓർക്കുന്നു. ഈ എല്ലാ രാജ്യത്തെയും ഞണ്ടുകളെ കൊണ്ടുവന്ന് കുപ്പികളിൽ ഇട്ടു. അപ്പോൾ അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു കുപ്പിക്കകത്ത് ഞണ്ടുകളെ ഇട്ടിരിക്കുകയാണ്. അതിനകത്ത് ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഞണ്ടുകളെല്ലാം അതിനകത്തിട്ടിരിക്കുന്നു. പക്ഷെ ഈ കുപ്പിക്ക് അടപ്പില്ല. അപ്പോൾ ആളുകൾ ചോദിച്ചു, ഈ എല്ലാ രാജ്യത്തിൻ്റെയും ഞണ്ടുകളെ ഇട്ടിരിക്കുന്ന കുപ്പിയിൽ അടച്ചു വെച്ചിട്ടുണ്ട്, എന്താണ് ഇന്ത്യൻ ഞണ്ടുകളെ ഇട്ടിരിക്കുന്ന കുപ്പിയിൽ അടപ്പില്ലാതെ? അപ്പോൾ ഒരാൾ ചെവി പറഞ്ഞു, ഒരിക്കലും ഇതിന് അടപ്പ് വേണ്ട. കാര്യം എന്താ? ഒരുത്ത മേലോട്ട് കയറിയാൽ അടുത്ത ഞണ്ട് വലിച്ച് താഴോട്ടുണ്ട്. മനസ്സിലായോ? ഇത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പാഠം തന്നെയാണ്. എവിടെ നിങ്ങൾ ഒച്ച വെച്ചൊരു സ്തോത്രം പറയുന്നു, അന്നേരെ പുറകോട്ട് തിരിഞ്ഞു നോക്കുക. അല്ല, ഇത് ആരാ ഇത്ര പറഞ്ഞ ഒച്ചയിൽ? ഒന്ന് ആത്മാവിൽ നിറഞ്ഞ് ഒരു പുതിയ ഭാഷ നിങ്ങൾക്ക് കിട്ടി ആത്മനേരം ആരാധിച്ചു കഴിഞ്ഞാൽ ആമേ മുന്നിലിരിക്കുന്ന പാസ്റ്ററിനെ കണ്ണു കാണിക്കും, മതി മതി, അദ്ദേഹം മേശയ്ക്ക് അടിക്കാൻ തുടങ്ങും. അത് നിങ്ങൾക്ക് പ്രോത്സാഹനം തരുന്നതല്ല. ഇടയ്ക്ക് ആമീൻ ഗ്ലോറിയൊക്കെ അസ്ഥാനത്ത് കേൾക്കുന്ന ഓർത്തോണം, മതി, നിർത്തിക്കോന്ന് അതിനർത്ഥം. ഒരു വിഷയം പ്രാർത്ഥിക്കാൻ തന്നു കഴിഞ്ഞാൽ ആ വിഷയം മാത്രം പ്രാർത്ഥിക്കണം. 5 വൻകരകൾക്ക് വേണ്ടി മുഴുവൻ പ്രാർത്ഥിച്ചു വരരുത്. പണ്ടൊരു ദേവദാസൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു വിട്ടു, പിന്നെ സ്റ്റേഷനിലും ചെന്ന് പ്രാർത്ഥിച്ചു. അവരെ യാത്ര ചെയ്യിക്കുകയാണ്. അദ്ദേഹം പ്രാർത്ഥിച്ച് അങ്ങ് പോയി. അവര് വണ്ടി കയറി സ്ഥലം വിട്ടു. കാരണം ട്രെയിൻ പോയിട്ടും പുള്ളിയുടെ പ്രാർത്ഥന നിന്നില്ല. അവര് ട്രെയിൻ വിട്ട് പോന്നതിന് മുമ്പ് അവര് കയറി അങ്ങ് പോയി. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം പരിജ്ഞാനത്തിലൂടെ ആകണം എന്നും കൂടെ വേറെ വിദ്യാർത്ഥികളെ ഓർപ്പിക്കുക. 2-ാം അധ്യായം 46-ാം വാക്യം. അപ്പോൾ ഒന്നാമത് നമ്മൾ കണ്ടു വീട്ടിലെ സഭയെ കുറിച്ച്. 2 അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 46-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഒരുമനപ്പെട്ട് ദിനംപ്രതി കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട്. അപ്പൊ എവിടെ അപ്പം നുറുക്കിയെന്നാ എഴുതിയിരിക്കുന്നത്? വീട്ടിലപ്പം നുറുക്കിയും പിന്നെ ഉല്ലാസവും. അപ്പൊ കർത്താവിന്റെ മേശ ഭവനത്തിൽ വരെ നടത്തി. അപ്പൊ വീട്ടിലെ ഫെലോഷിപ്പിന്റെ പ്രാധാന്യമാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇനി നിങ്ങൾ കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് വരിക. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യം എന്തെഴുതിയിരിക്കുന്നു? ലവോദിക്കയിലെ സഹോദരന്മാർക്ക് എഴുതുകയാണ്. ലവോദിക്കയിലെ സഹോദരന്മാർക്കും നുംഫയ്ക്കും അവളുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചൊല്ലുവേൻ. അപ്പോൾ നോക്കുക, നുംഫയുടെ വീട്ടിൽ എന്തുണ്ട്? സഭയുണ്ട്. അപ്പോ വീട്ടിൽ ഒരു കൂട്ടായ്മയ്ക്ക് നിയോഗം കിട്ടിയാൽ
ഇനി ചാഞ്ചാട്ടം വേണോ? Praise the Lord. ഷീല, കെന്നത്ത്, നാളെ കർത്താവ് ഒരു അപ്പാർട്ട്മെന്റ് തരികയാ. അവിടെ കർത്താവ് നിയോഗിക്കുക, മോളെ നീ ഒറ്റയ്ക്കാണെന്ന് ഭാരപ്പെടണ്ട, ഞാൻ നിന്നെ ഈ ദേശത്തിന്റെ കാവൽക്കാരിയാക്കി വെച്ചിരിക്കുകയാണ്. ആമേൻ. നിന്നിലൂടെ എനിക്ക് ഈ ദേശത്തിലെ ജനത്തെ വിടിവിക്കുവാൻ പദ്ധതിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. ഓ റാബാ ഖാദുനാ റഗസിയ. അമ്പിളി ശ്രീമോൻ ആയിരിക്കുന്നിടത്ത് ആമേൻ, ദൈവം പറയാണെന്നിരിക്കട്ടെ, നിങ്ങളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത് ഈ ദേശത്ത് എന്റെ ജനത്തെ, ഞാൻ കണ്ടിരിക്കുന്നവരെ, നിത്യജീവനായി നിയമിക്കപ്പെട്ടവരെ വിടുവിക്കുവാനാണ്. നിന്റെ കൂടാരത്തിൽ നീ തുടങ്ങണം എന്ന് പറഞ്ഞാൽ ധൈര്യപ്പെട്ട് സ്റ്റെപ്പ് വയ്ക്കണം. എലിസബത്തിനോട് പറയുകയാണ്, നിങ്ങളെ ആ ദേശത്ത് ഒറ്റയ്ക്കായിരിക്കുന്നു, ഒറ്റപ്പെട്ടു പോയി എന്നല്ല അതിനർത്ഥം. നിങ്ങളിലൂടെ ഒരു പുതിയ ആരംഭം കുറിക്കാൻ ദൈവാത്മാവിന് പദ്ധതിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഈ ദിവസങ്ങളിൽ അതിനൊരുങ്ങുക. അച്ഛമാമയോട് പറയുക, ഇംഗ്ലണ്ടിൽ ദൈവമായി അതേ റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞാലും ആ ദേശത്ത് കുഞ്ഞുങ്ങൾ ആമേൻ വന്നില്ലെന്ന് തോന്നിയാലും ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ പറ്റും. ദൈവത്തിന് വൻകാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. ഇസ്രായേലിലായിരിക്കുന്ന ബിനു സിസ്റ്ററെ ആമേ ഒറ്റപ്പെട്ടാണെങ്കിലും അവിടുത്തെ മുട്ടുകുത്തുമ്പോൾ ആ ദേശത്തിന് വേണ്ടി ഇടിവ് നിൽക്കുവാൻ, കാനഡയിലായിരിക്കുന്ന സിസ്റ്റർ സിനി, US-ലായിരിക്കുന്ന സിസ്റ്റർ സൂസൻ, ആമേ, അങ്ങനെ ഓരോരുത്തരെ, കാനഡയിലായിരിക്കുന്ന ആമേ പ്രിയ സാബു ബ്രദർ, ജിമ്മി, നിങ്ങളോടെല്ലാം പറയുകയാണ്, വരും ദിവസങ്ങളിൽ വിശ്വാസത്തോട് പറയുക. സ്വീഡനിലായിരിക്കുന്ന വിനോദിനോട് പറയുക, നിന്റെ ഭവനത്തിൽ മുട്ടുകുത്തുക. ആത്മാക്കളെ ദൈവം കൊണ്ടുതരും. ചിലരൊക്കെ വിട്ടുപോയെന്ന് വരും, പക്ഷെ ദൈവം കണ്ടവരൊക്കെ നിന്നോട് ചേർന്ന് വരും. മക്കളെ, ഈ ദിവസങ്ങളിൽ ദൈവഹിതത്തിനായി നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇവിടെയെല്ലാം കാണുന്നത് എന്താണ്? സ്തോത്രം. ഇതാ നുംഫയ്ക്ക് അവളുടെ വീട്ടിലെ സഭയ്ക്ക് വന്ദനം ചൊല്ലുവീൻ. അവിടെ നിങ്ങൾ വരയിടണം. ദൈവത്തിന് സ്തോത്രം. 1 കൊരിന്തി 16-ാമത്തെ അധ്യായം, 1 കൊരിന്തി 16-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. 1 കൊരിന്തി 16-ാം അധ്യായം 19-ാം വാക്യം എന്തെഴുതിയിരിക്കുന്നു? ആസിയിലെ സഭകൾ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അടുത്തത്, അക്വിലാവും പ്രിസ്കയും അവരുടെ ഭവനത്തിലെ സഭയോടുകൂടെ കർത്താവിൽ നിങ്ങളെ വളരെ വന്ദനം ചെയ്യുന്നു. അപ്പൊ അക്വിലാവിന്റെയും പ്രിസ്കിലെ അവരുടെ കുടുംബത്തിൽ എന്തുണ്ടായിരുന്നു? സഭയുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊന്നും വിട്ട് കളയരുത് കേട്ടോ. റോമാലേഖനം 16-ാമത്തെ അധ്യായം അതിന്റെ 5-ാം വാക്യം കൂടെ അതിനോട് ചേർത്ത് വായിക്കുന്നത് നന്നായിരിക്കും. ഈ റെഫറൻസ് ഒന്നും കളയരുത്, കയ്യിൽ നിന്ന് പോകരുത്. സ്തോത്രം. എന്താ എഴുതിയിരിക്കുന്നത് അവിടെ? അവരുടെ വീട്ടിലെ സഭയെയും അതിന്റെ 3-ാം വാക്യം മുതൽ വായിച്ചോ മാമേ. ക്രിസ്തുവേശുവിൽ എന്റെ കൂട്ടുവേലക്കാരായ പ്രിസ്കയെയും അക്വിലാവിനെയും വന്ദനം ചെയ്യുവീൻ. അടുത്തത്, അവർ എന്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരാകുന്നു. അവർക്ക് ഞാൻ മാത്രമല്ല, ജാതികളുടെ സകല സഭകളും കൂടെ നന്ദി പറയുന്നു. പിന്നെ അവരുടെ വീട്ടിലെ സഭയെയും വന്ദനം ചെയ്യുവീൻ. നോക്കുക, അവരുടെ വീട്ടിലെ സഭയെയും വന്ദനം ചെല്ലുന്നു. പിന്നെ അടുത്ത് പറയുകയാണ്, ആസിയിൽ ക്രിസ്തുവിന് ആദ്യ ഫലമായി എനിക്ക് പ്രിയനായ എപ്പൈനത്തോസിനെ വന്ദനം ചൊല്ലുവിൻ. പിന്നെ നിങ്ങൾക്കായി വളരെ അധ്വാനിച്ചവളായ മറിയയ്ക്ക് വന്ദനം ചൊല്ലുവിൻ. വളരെ അധ്വാനിച്ചവളായ മറിയയ്ക്ക് വന്ദനം ചൊല്ലുവിൻ. ഇനി 13-ാം വാക്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. കർത്താവിൽ പ്രസിദ്ധനായ രൂഫസിനെയും എനിക്ക് അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുവിൻ. അസുംക്രിത്തോസിനും 12-ാം വാക്യം 16-12. കർത്താവിൽ അധ്വാനിക്കുന്നവരായ ത്രൂഫൈനയ്ക്കും ത്രൂഫോസയ്ക്കും വന്ദനം ചൊല്ലുവിൻ. അവരെല്ലാം കർത്താവിന്റെ വേലക്കാരികളാ. പിന്നെ കർത്താവിൽ വളരെ അധ്വാനിച്ചവളായ പ്രിയ പെർസീസിന് വന്ദനം ചൊല്ലുവിൻ. പിന്നെ കർത്താവിൽ പ്രസിദ്ധനായ രൂഫസിനെയും എനിക്ക് അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുവിൻ. നോക്കുക, അവിടെ 16-ാം വാക്യം വരെയും കാണുന്നത് പല സഹോദരിമാർ, പല സഹോദരന്മാർ ഒരുമിച്ച് കർത്താവിന് വേണ്ടി ഒന്നിച്ചു വർക്ക് ചെയ്തു. അവരുടെയൊക്കെയും ഭവനങ്ങളിൽ സഭകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 20-ാമത്തെ അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം കൂടെ നമ്മൾ
കാണുമ്പോൾ താനെ വളരെ താഴ്മയോടും വിനയത്തോടും കൂടെ ആമേൻ 20-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്, കർത്താവിനെ എങ്ങനെ സേവിച്ചു എന്നും പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീട് തോറും നിങ്ങളോട് അറിയിച്ചു. വീടുകളിലുള്ള ഓരോ കൂട്ടായ്മയിലും അത് കർത്താവിന്റെ മക്കൾ കൂടി വന്നു എന്നുള്ളത് നമ്മൾ ഈ ഭാഗങ്ങളിലൂടെ എല്ലാം കാണും. ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു നീണ്ട യാത്ര ഈ വാക്യങ്ങളിലൂടെ ഒക്കെ പോയത് എന്ന് ചോദിച്ചാൽ, അത് പ്രതിയോഗികളുടെ മുമ്പിൽ നിങ്ങൾ നിൽക്കേണ്ടി വന്നാൽ അത് എന്തെങ്കിലും ഊഹാഭോഗത്തിൽ പറഞ്ഞ് മുഷിഞ്ഞു പിരിയാൻ വേണ്ടി അല്ല. നിങ്ങൾ നിയോഗത്തിൽ ആരംഭിക്കുന്നതിനെയൊക്കെയും അത് പൂർത്തീകരിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. തിരുവചനം പറയുന്നു, ക്രിസ്തുയേശുവിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ അതിൻ്റെ നാളോളം തികയ്ക്കും. അതേ സഹോദരങ്ങളെ, പൗലോസ് പറഞ്ഞതും ക്രിസ്തു പറഞ്ഞതുമായ ജഡത്തിന്റെ പ്രവൃത്തികൾ, അതുപോലെ ആമേൻ ഉള്ളിൽ നിന്ന് നമ്മളെ നശിപ്പിക്കുന്ന, അശുദ്ധരാക്കുന്ന എല്ലാ കാര്യങ്ങളെയും തിരുവചനമെന്ന കണ്ണാടിയിലൂടെ വ്യക്തിപരമായി നമ്മളെ ശോധന ചെയ്യണം. ഈ 28 കൂട്ടം കാര്യങ്ങൾ എല്ലാ ദിവസവും പരിശോധിക്കണമെന്നാണ് ഒരു യഹോവാ ഭക്തൻ പറഞ്ഞിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് ഈ കാര്യങ്ങളെല്ലാം, ഈ 28 കൂട്ടം കാര്യങ്ങളും ഒന്ന് നോക്കണം. രാവിലെ വേദപുസ്തകം തുറന്ന് അതൊന്ന് നോക്കണം. പ്രധാനപ്പെട്ട ഡയറിയിൽ ഒക്കെ അതൊന്ന് എഴുതി വെക്കണം. ഞാൻ ഇന്നലെ നിങ്ങളെ കാണിച്ചതാണ്. സ്തോത്രം. എൻ്റെ ഡയറിയിൽ, എൻ്റെ വേദപുസ്തകത്തിൽ ഈ ജഡത്തിന്റെ ആത്മാവിന്റെ ഫലങ്ങൾ ഇങ്ങനെ കുറിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, കുറിച്ചു വെച്ചിട്ടുണ്ട്. ആ കുറിച്ചു വെച്ചേക്കുന്നതിനകത്ത് എന്ന് ഞാൻ കഴിവതും നോക്കും. ഇതിനകത്ത് വല്ലതും ഷാജി നിനക്ക് പെട്ടിട്ടുണ്ടോ, നീ കേസിൽ ഏതെങ്കിലും പ്രതിയാണോ, ഒന്നൊന്ന് പരിശോധിക്കണം. സ്തോത്രം. കാരണം നാം പ്രസംഗിച്ചിട്ട് നമ്മളെ തന്നെ നശിപ്പിക്കുന്നവരായിട്ടല്ല. നീ നിന്നെയും നിന്റെ ഉപദേശത്തെയും കാത്തുകൊള്ളുക, എന്നാൽ നീ നിന്നെയും നിന്റെ ഉപദേശം കേൾക്കുന്നവരെയും രക്ഷിക്കും. സ്തോത്രം. അതുകൊണ്ട് കണ്ണുകളെ അടയ്ക്കാം. നാം ഈ 70-ാമത്തെ സെഷനിലാണല്ലോ കൃപയാൽ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ വീട്ടിൽ കുഴിച്ചിടാനല്ല, ആരുടെയെങ്കിലും വാക്കുകൾ കേട്ട് തളർന്നു പോകാനല്ല. ഈ ദിവസങ്ങളിൽ അതിശ്രേഷ്ഠമായ ഒരു ദൈവിക ദൗത്യത്തിന് വേണ്ടി കാലുവെച്ച്, ഇന്ന് രാവിലെയും എന്നെ ഭോപ്പാലിൽ നിന്ന് ഒരു പ്രിയപ്പെട്ടവൾ വിളിപ്പാനിടയായി. ആ ക്ലാസ്സുകൾ ഒന്നും മുടങ്ങാതെ ഞാൻ കേൾക്കുന്നു. എൻ്റെ ജീവിതത്തിന് വലിയ ബ്ലെസ്സിങ് എനിക്ക് പ്രാപിപ്പാൻ കഴിഞ്ഞു. ഓരോ ദിവസവും ആളുകൾ വിളിക്കുകയോ മെസ്സേജ് ഇടുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാതെ യൂട്യൂബിൽ കേൾക്കുന്ന ആളുകൾ, കർത്താവ് അവരെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് വരാറായി. സഹോദരങ്ങളെ, ഉണരാം, ഒരുങ്ങാം. വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ, ദൈവഭക്തിയോടെ നമ്മുടെ കർത്താവ് ഏൽപ്പിച്ചതിന് പ്രയോറിറ്റി നിങ്ങൾ നൽകണം. നിങ്ങൾക്ക് തന്ന ജോലി നിങ്ങൾ തിന്നുകുടിച്ച് ആനന്ദിച്ച് സുഖിച്ച് ജീവിച്ച് ശവപ്പെട്ടിയും മറയാൻ വേണ്ടിയല്ല. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങളുടെ കാലുറച്ച് നിന്നുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ ആയിരിക്കുന്ന ദേശത്ത് തിളങ്ങാനാണ്, ശോഭിക്കാനാണ്, ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടാനാണ്. നിങ്ങൾ കർത്താവിന് വേണ്ടി മനസ്സ് വെച്ച് നിങ്ങളുടെ പാദം വയ്ക്കുക. ആമേൻ. ഇടത്തും വലത്തുമുള്ള വഴിയോര ശബ്ദങ്ങൾ കേട്ട് മനസ്സ് തളർന്നു പോകാനല്ല. നിങ്ങൾ ചെയ്തത് എല്ലാം ദൈവത്തിന്റെ കരങ്ങളിലുണ്ട്. വചനം പറയുന്നു, വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. എല്ലാവരും പ്രാർത്ഥനയ്ക്കായി സമർപ്പിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിനി വർഗീസ് ചുരുക്കമായി പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ രക്തം ചെയ്യും. നന്ദി കർത്താവേ, നന്ദി യേശുവേ. അപ്പാ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ഒന്നിച്ച് കർത്താവേ, ഹല്ലേലൂയ, എൻ്റെ അപ്പായുടെ പാദപീഠത്തിൽ വന്നിരുന്നു കൊണ്ട് കർത്താവെ, അവിടുന്ന് കേട്ട വചനം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഫലവത്തായി തീരുവാൻ, അനേകരിൽ അത് ഹല്ലേലൂയ വെളിച്ചമായി വരുവാൻ കർത്താവെ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ആത്മാവേ, അവിടുത്തെ ഹല്ലേലൂയ നിയോഗപ്രകാരം ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അവിടുത്തെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. അത്
ചെറിയതാക്കുന്നു. അത് സന്ധി മജ്ജകളെയും മാംസങ്ങളെയും തുളച്ചു ചെന്ന് ഹൃദയത്തിന്റെ ചിന്തകളെയും വിചാരങ്ങളെയും കർത്താവെ പുറത്തു കൊണ്ടുവന്ന് കർത്താവെ ഞങ്ങൾ മാറേണ്ടതുപോലെ മാറ്റി, കർത്താവെ ഞങ്ങൾ ആക്കേണ്ടുന്നത് പോലെ ആക്കി. ഹല്ലേലൂയ. അനേകർക്ക് ഞങ്ങൾ വെളിച്ചമായി പകരണമേ. ഓരോ മക്കളെ അതിനായി എടുത്തുപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ജീവനുള്ള ദേശത്ത് ഹല്ലേലൂയ യഹോവയുടെ മുൻപാകെ നടക്കുമെന്ന് കർത്താവെ നമ്മളെ തന്നെ ഹല്ലേലൂയ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ ഹല്ലേലൂയ കർത്താവെ അവിടുത്തെ ദാസനെ കർത്താവെ ഞങ്ങൾക്ക് വചനം പറഞ്ഞു തരുവാൻ ഞങ്ങൾക്ക് ഹല്ലേലൂയ നിയോഗിച്ച ദൈവ ഹല്ലേലൂയ പുരുഷനെ കർത്താവിന്റെ കരങ്ങളിൽ തരുന്നു. അപ്പ ഹല്ലേലൂയ അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ള എല്ലാ ബുദ്ധിമുട്ടുകളും എന്റെ അപ്പ എടുത്ത് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ കൂടുതൽ ബലപ്പെടുത്തി ഹല്ലേലൂയ അനേകം ദേശങ്ങളിൽ പോയി കർത്താവിന്റെ സുവിശേഷം എത്തുവാനുള്ളിടത്തെല്ലാം എത്തുവാൻ കർത്താവെ അവിടുന്ന് ഹല്ലേലൂയ ദൈവദാസിനെ എടുത്ത് നിയോഗിച്ച് ഹല്ലേലൂയ കർത്താവിന്റെ കരങ്ങളിൽ തന്നെ ഹല്ലേലൂയ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പ ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവിന്റെ വചനം ജീവനാണ്, അത് ചൈതന്യമാണ്. എല്ലാ മക്കളെ ഹല്ലേലൂയ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമില് ഹല്ലേലൂയ യൂട്യൂബ് ചാനലില് കർത്താവെ ഹല്ലേലൂയ അനേകർ ഇത് കേട്ട് കർത്താവെ അനേകരിലേക്ക് അത് പകർന്നു കൊടുക്കുവാൻ കർത്താവെ അതിന് നിയോഗിച്ച ഹല്ലേലൂയ മക്കളായിരിക്കുന്ന ഓരോ മക്കളെയും എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരും നിരാശയ്ക്ക് പാത്രമാകല്ലേ. ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ എങ്ങനെ ആയിത്തീരണം, എങ്ങനെ ആകണമെന്ന് കർത്താവിന്റെ കരങ്ങളിൽ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയാണപ്പ. ഹല്ലേലൂയ കർത്താവെ അവിടുത്തെ വചനത്താൽ ഞങ്ങളെ ബലപ്പെടുത്തി ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പിന്നിലുള്ളത് മറന്ന് മുന്നിലുള്ളത് ആഞ്ഞും കൊണ്ട് ആ ക്രിസ്തുവേശുവിന്റെ പരമവിളിയുടെ വിടുതിലേക്ക് ആ ലാക്കിലേക്ക് ഓടുന്നവരായി തീരണം കർത്താവെ. ഹല്ലേലൂയ. പ്രാർത്ഥനകൾ കേട്ടതിനായി സ്തോത്രം. സർവ്വതും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ ആമീൻ ആമീൻ. ഹല്ലേലൂയ. ശുഭസ്തോത്രം. ജോസഫ് തോമസ് ബ്രദർ പ്രാർത്ഥിച്ചാട്ട്. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി അങ്ങേ വാഴ്ത്തുന്നു സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങൾക്ക് ആ പാത വിടുന്ന കർത്താവേ, ആ ലാവണ്യ വാക്കുകൾ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന, ഞങ്ങളെ ഒരുക്കിയെടുക്കുന്ന കർത്താവേ, ആ വാക്കുകൾ കർത്താവേ, ആ വചനം ഞങ്ങൾക്ക് കേൾക്കുവാൻ ഞങ്ങളെ കർത്താവേ അവിടുന്ന് സഹായിച്ചതിനായി, ഈ കൂടിവരവിനെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി, കടന്നു വന്നവർക്കെല്ലാം അനുഗ്രഹമാക്കി തീർക്കുന്നതിനായി അങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങളെ വീണ്ടും കർത്താവെ ഒന്ന് ഒരുക്കുവാൻ, ഞങ്ങളെ വീണ്ടും കർത്താവെ ബലപ്പെടുത്തുവാൻ, ഞങ്ങളെ കർത്താവെ വീണ്ടും ഒന്നുകൂടെ ശുദ്ധീകരിക്കുവാൻ കർത്താവെ ആ കേൾപ്പിക്കുന്ന ഓരോ വചനങ്ങള് കർത്താവെ ഞങ്ങൾക്ക് കർത്താവെ അനേകർക്ക് പകർന്നു കൊടുക്കുവാൻ, അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ, അനേകർക്ക് ഇത് കർത്താവെ ഒരു മാതൃകയാക്കി തീർക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലേക്ക് കർത്താവെ നല്ലൊരു കൂടിവരവ്, കൂട്ടായ്മകൾ, പ്രാർത്ഥനകള് കർത്താവെ നടത്തുവാൻ കർത്താവെ ഞങ്ങളെയൊക്കെ ഒരുക്കണമേ, ഞങ്ങളെയൊക്കെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കടന്നു വന്നവർക്കും കർത്താവെ യൂട്യൂബിലൂടെ കർത്താവെ കേൾക്കുന്നവർക്കൊക്കെ അനുഗ്രഹമാണല്ലോ കർത്താവെ. അനേകർക്ക് കർത്താവെ ഈ കാലഘട്ടത്തിൽ കർത്താവെ ഹല്ലേലൂയ കർത്താവെ കേൾക്കാത്തത് അവിടുന്ന് ദാസൻ മുഖാന്തരം കേൾക്കുന്നല്ലോ കർത്താവെ. ദൈവമേ, അതിശയവും അത്ഭുതകരമായി ദാസനെ അവിടുന്ന് ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ. ശാരീരിക ബലഹീനതയെല്ലാം വിടുതൽ കൊടുക്കണമേ. ദൈവമേ, ഇത് കർത്താവെ വീണ്ടും തുടരുവാൻ ഹല്ലേലൂയ കുറച്ച് ദൈവമേ ഹല്ലേലൂയ അനേകർക്ക് കർത്താവെ അനേകർ കേട്ട് അനേകർ കർത്താവെ ഇതിൽ സംബന്ധിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദാസനെയും കുടുംബത്തെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണമേ. വീണ്ടും കർത്താവെ ശക്തനാക്കി അവിടുന്ന് ഉപയോഗിക്കണമേ. ദൈവമേ, അവിടുന്ന് ബലപ്പെടുത്തണ കർത്താവെ. അവന്റെ ആഗ്രഹപ്രകാരം കർത്താവെ ആ ഡ്രൈവ് കർത്താവെ അതെല്ലാം പണിയുവാൻ, പൂർത്തീകരിക്കുവാൻ എല്ലാ വഴികളും വാതിലുകളും തുറക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഈ കടന്നു വന്ന കൂട്ടായ്മയെല്ലാം അനുഗ്രഹിക്കണമേ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാവരെയും ശക്തീകരിക്കണം, ബലപ്പെടുത്തണ, കൃപയെ പുതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കേൾക്കണമേ പിതാവേ. ആമേൻ. സർവശക്തന്റെ സാന്നിധ്യം നിങ്ങളോട് എല്ലാവരുടെയും കൂടെ ഇരിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ഈ വർഷം ചെയ്യും എന്ന് ഞാൻ ഉറച്ചിരിക്കുകയാണ്. ആമേൻ. എല്ലാവരും ഒരു 5 മിനിറ്റ് ഒരുമിച്ച് നമ്മൾ ആ പ്രയർ ടവറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്താട്ടെ. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് കിട്ടിയ നിയോഗം അനുസരിച്ച്
ഒരുമനപ്പെട്ട് ഉള്ളിൽ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മള് കർത്താവ് വെച്ചാൽ ഈ ജനുവരി 2nd വീക്കോടുകൂടി അതിന്റെ 1/3 തുക കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. തക്ക സമയത്ത് അതിന്റെ ക്രമീകരണങ്ങൾ ഒരുങ്ങി വരാനായിട്ട് എല്ലാവരും അല്പനേരം പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ജീസസ്. ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്. യേശുവിന്റെ നാമത്തിൽ ആ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ അതിനകത്ത് ഈ മഹത്വത്തിനാക്കി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കരസ്പർശനം അതിൽ ശക്തമായി വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. Thank you, Lord. Thank you, Lord. നിയോഗമുള്ള 3-4 പേര് ചുരുക്കം വാക്കിൽ ആ വിഷയം മാത്രം പ്രാർത്ഥിച്ചാൽ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, കർത്താവിന്റെ കരങ്ങളിലേക്ക് കർത്താവേ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വിഷയം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം ചെയ്യുന്നു. ദേവദാസൻ പറഞ്ഞതുപോലെ കർത്താവേ ജനുവരി 2nd വീക്കിൽ അതിന്റെ ആദ്യ ഗഡു കർത്താവേ അപ്പൊ സ്തോത്രം ചെയ്യുന്നു കൊടുക്കുവാനായി കർത്താവേ സ്തോത്രം ചെയ്യുന്നു ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ സ്വർഗീയ ഭണ്ഡാരം കർത്താവേ അതിന് മീതെ കർത്താവ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ അതിശയരമായ കർത്താവേ ഇത് നടക്കുവാൻ ചക്കവണ്ണം കർത്താവേ സ്തോത്രം ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവത്തിന്റെ മഹത്വം ഞങ്ങൾ കാണുവാൻ ചക്കവണ്ണം കർത്താവേ സ്തോത്രം ചെയ്യുന്ന നാഥാ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ സ്തോത്രത്തോടെ വരുവാൻ ചക്കവണ്ണം കർത്താവേ നീ സ്തോത്രം വഴികളെ നീ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം ചെയ്യുന്ന നാഥാ കർത്താവേ സ്തോത്രം കർത്താവേ ഹല്ലേലൂയ യേശുവാ അവിടുന്ന് പ്രവർത്തിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അനേകം ജീവിതങ്ങളെ കർത്താവേ ദൈവം അതിനു വേണ്ടി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം ചെയ്യുന്ന നാഥാ നന്ദിയോടെ സ്തോത്രം കർത്താവേ ഹല്ലേലൂയ കർത്താവേ സ്തോത്രം നാഥാ സ്തോത്രം തുടർമാനമായി കർത്താവേ അതിന്റെ ഫുൾ എമൗണ്ടും കൊടുത്തതിന്റെ സ്തോത്രം ദേവദാസൻ അത് എഴുതിക്കുവാൻ ചക്കവണ സ്വർഗം കൃപ ചെയ്യണമേ എന്ന്
പ്രാർത്ഥിക്കുന്ന കർത്താവേ. യേശുപ്പാ സ്തോത്രം സ്തോത്രം, അവിടുന്ന് പ്രവർത്തിച്ചിരിക്കുന്നതിനായ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ദൈവമേ സ്തോത്രം ചെയ്തു കർത്താവെ. ഒന്നിച്ച് ഏകാഗ്രഹത്തോടെ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ഈ വിഷയം വെക്കുമ്പോൾ കർത്താവെ സ്വർഗമേ ഹല്ലേലൂയ കർത്താവെ അവിടുന്ന് പ്രവർത്തിച്ചിരിക്കുന്നതിനായ സ്തോത്രം 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 കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. തുടർന്ന് അതിന്റെ പണികളും കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുക കർത്താവെ. അത്ഭുതകരമായ സകലവും അവിടുന്ന് ചെയ്തെടുക്കുന്നതിനായ സ്തോത്രം കർത്താവ്. ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങളും ജയിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവെ, നിന്റെ കരങ്ങളിലായി ഞങ്ങൾ ഇത് ഏൽപ്പിക്കുന്നത് കർത്താവേ. അഖിലാണ്ടത്തിന്റെ നായകന്റെ കരങ്ങളിൽ കർത്താവേ. യേശുപ്പാ സ്വർഗം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം ചെയ്യുന്ന നാഥ, പറയപ്പെട്ട തീയതിയിൽ തന്നെ കർത്താവേ സകലവും കൊടുക്കുവാൻ ചക്കവണ്ണം കർത്താവേ അതിനുള്ള മുഖാന്തരങ്ങൾ സ്വർഗം ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സകലത്തിനായ സ്തോത്രം. ദൈവം അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നതിനായ സ്തോത്രം സ്തോത്രം സ്തോത്രം. സകലത്തിനായ സ്തോത്രം യേശു കർത്താവേ. സ്തോത്രം പ്രാർത്ഥനേട്ടനായ സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ തന്ന നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങൾ 2 or 3 പേർ എന്റെ നാമത്തില് എന്ത് അപേക്ഷിച്ചാലും ഞങ്ങൾ കർത്താവെ ഒരു കൂട്ടം ജനം ഹല്ലേലൂയ ഈ ആവശ്യത്തിനു വേണ്ടി നിന്റെ സന്നിധാനത്തിൽ അങ്ങയോട് അപേക്ഷിക്കുന്ന ഈ വിഷയം ആ പറഞ്ഞ തീയതിക്ക് മുൻപ് അതിന്റെ കൊടുത്തു തീർപ്പാൻ ആദ്യത്തെ അല്ല അത് മുഴുവനും കൊടുത്തു തീർത്ത് ആഗ്രഹിക്കുന്ന രീതിയിലുള്ളത് മനോഹരമായ അപ്പാ ഹല്ലേലൂയ അതിന്റെ പൂർത്തി കാണുവാൻ നീ ഞങ്ങളെയൊക്കെ നീ സഹായിക്കാൻ പോകുന്നതിനായി സ്തുതിക്കുന്നു. വിശ്വാസത്തോടുകൂടി ഈ മലയോട് മാറിപ്പോകുക എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ, അതിന് യാതൊരു മാറ്റവുമില്ല. ഈ കാട്ടത്തിയോട് വേരോട് പറഞ്ഞ് കടലിന്റെ നടുവിൽ പോയി പാർക്കാന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ, അതിനൊന്നും ഒരു മാറ്റമില്ല പിതാവേ. ഞാൻ പിതാവിന്റെ അടുത്ത് പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഈ സകല വാഗ്ദത്തങ്ങൾക്കായി സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയിൽ കർത്താവ് 100% വിടുതൽ കൽപ്പിച്ച് അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം. നിന്റെ ദാസനെ അധികമായി അനുഗ്രഹിച്ച് തന്റെ കുടുംബം അനേകർക്ക് വിടുതലാക്കി തീർത്തുകൊണ്ടിരിക്കാലും സ്തോത്രം. മാനവും മഹത്വവും അവിടുന്ന് എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടിയങ്ങൾ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ പിതാവേ. സ്വർഗീയ പിതാവേ, നന്ദിയോട് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്രിയപ്പെട്ടവന്റെ വിഷയപ്പന്റെ കരുത്തിലേക്ക് ഏൽപ്പിക്കുന്ന പിതാവേ. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിന്റെ ദാസന് നിയോഗങ്ങളെ കൊടുത്തു കർത്താവെ. ആ നിയോഗങ്ങൾ മേൽ കർത്താവ് പ്രവർത്തിച്ചു എങ്കിൽ കർത്താവെ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇതിന്മേൽ കർത്താവ് കൊടുത്തതിനായി സ്തുതിക്കുന്ന കർത്താവെ. ഇതിന്മേൽ കർത്താവ് ഹല്ലേലൂയനായിട്ട് ഇതിന്റെ വിഷയങ്ങൾ മുൻപിലെ കർത്താവ് ചെയ്തിട്ടുണ്ട്. കേൾപ്പിച്ച വചനപ്രകാരം കർത്താവ് കൊടുത്ത നിയോഗത്തിന്മേൽ കർത്താവിനെ കുറിച്ച് വെളിപ്പെടുമെന്ന് ഇന്ന് കേട്ട വചനത്തിൽ വിശ്വസിക്കുമെന്ന് കർത്താവെ. ഹാലേലൂയ. അപ്പനോട് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പച്ചൻ ഞങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. സകലമാത്ത അപ്പച്ചന് കരയേറ്റുന്നു. സകലം യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കെടുത്തോളമേ പിതാവേ. ആമേൻ. Oh, Jesus. കൊടുത്ത ഹാലിയ ദർശനത്തെ കർത്താവ് ഞങ്ങളുടെ നിൽക്കുന്നതൊക്കെയും പൂർണ്ണമായിട്ട് പിതാവിനുള്ള നാമത്തിൽ സാമ്പത്തിക മേഖലകൾക്ക് നാമത്തിൽ സമ്പൂർണ്ണമായി സ്തോത്രം കർത്താവേ. സ്തോത്രം തുറന്ന് അനുഗ്രഹിച്ചതിനായ സ്തോത്രം കർത്താവേ.
കർത്താവിന്റെ ദൂതൻ ഇടപെട്ട് ആലിന്റെ കാര്യങ്ങളൊക്കെയും സാധിച്ചിട്ടുള്ള ദൈവത്തിന്റെ തിരുസാന്നിധ്യം നിറയ്ക്കുന്നതിനായി സ്തോത്രം തന്നെ സകല പ്രാഹാലിന്റെ തടസ്സങ്ങളും മാറ്റുന്നതിനായി സ്തോത്രം കർത്താവേ. ഇത്രയും ദർശനം നടപ്പാക്കാൻ പോകുന്നത് സ്തോത്രം ചെയ്യുന്നത് ഹാലലിയ. സകലതും ദൈവത്തിന്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സമർപ്പിച്ചു പ്രാർത്ഥന സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ. താങ്ക് യു വെരി മച്ച്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് വരാൻ താമസിച്ച നാളെ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഒരുമിച്ച് എല്ലാവരും ആശീർവാദം പറഞ്ഞാട്ടെ. പ്രൈസ് ഗോഡ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും ശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കുക. കർത്താവ് ധാരാളമായി. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം പാസ്റ്റർ.